സ്നേഹനന്ദനങ്ങൾ പ്രിയമുള്ളവരെ, വി വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ പിന്നെയും കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രത്യേകമായി നമ്മുടെ നടുവിലേക്ക് ഇന്ന് വളരെ വ്യത്യസ്തമാകുന്ന ഒരു ജീവിതാനുഭവം പങ്കുവെക്കുവാൻ പ്രിയ കർത്താവിൻ്റെ ദാസൻ കടന്നു വന്നിട്ടുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവമഹത്വം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുവാനിടയായി തീരട്ടെ. പരിശുദ്ധ പിതാവെ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായ സ്തോത്രം. തിരുസന്നിധിയിലേക്ക് ഒന്നിച്ച് പിന്നെയും കടന്നു വരുവാൻ തൊക്കണം. അവിടുന്ന് ഒരുക്കിയ മുഖാന്തരത്തിനായ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി വിറ്റ്നസിൻ്റെ ഈ സെഷനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. വിവിധ ഭാഗത്തുനിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചാട്ട് പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ ദാസനായ സ്തോത്രം ചെയ്യുന്ന ആടിപ്പാടുള്ള കരങ്ങളിൽ വെച്ച് ഞങ്ങൾക്കായിട്ട് ഉപയോഗിക്കണം. തൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരണം. അങ്ങനെ അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബെനഡിക്ഷൻ പ്രയർ വരെ പ്രത്യേക കർത്താവെ സാന്നിധ്യമുണ്ടാകണം. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സകലമാനം മഹത്വത്തേക്ക് യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ഞാൻ പ്രാരംഭത്തിൽ ഉറപ്പിച്ചതുപോലെ ഇന്നും വ്യത്യസ്തമാകുന്ന ഒരു ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ക്രിസ്തുരാജ് സൗത്ത് സുഡാനിൽ നിന്ന് നമ്മളോട് കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു. വളരെ സ്നേഹത്തോടു കൂടെ ആദരവോടുകൂടെ പ്രിയ ദേവദാസനെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഓ, ദൈവത്തിൻ്റെ സ്തോത്രം. സുഡാനിൽ നിന്ന് ദൈവത്തിൻ്റെ സ്തോത്രം. സുഡാനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് ഈ ഫുട്ബോൾ കേരളത്തിൽ കളിക്കാൻ വരുന്ന കളിക്കാർ ഇങ്ങനെയൊക്കെ സുഡാനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലേ ക്രിസ്റ്റോ നമുക്ക് വന്നൊരു സാക്ഷ്യം പറഞ്ഞിരുന്നു. അപ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതാനുഭവമാണെന്ന് എനിക്കറിയാം. അന്ന് ക്രിസ്റ്റോ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ കൂടെ ഒരു ക്രിസ്തു ഉണ്ടെന്ന് പറഞ്ഞു. ക്രിസ്റ്റോയും ക്രിസ്തുവും അല്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടാണ് സുഡാനിൽ ആ ഒരു മിഷനിലേക്ക് പോയത്. വലിയ വലിയ അനുഭവങ്ങളാണ്. നേരത്തെ പരിചയമുണ്ടായിരുന്നോ കർത്താൻദാസൻ ക്രിസ്റ്റോവുമായിട്ട്? നേരത്തെ പരിചയമുണ്ടായിരുന്നോ? ഞങ്ങൾ ബൈബിൾ കോളേജിൽ ഒരുമിച്ചാണ് പഠിച്ചത്. ഓക്കെ, എവിടെയായിരുന്നു? മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിൽ ഞങ്ങൾ ബിഡി ഒരുമിച്ചായിരുന്നു. ശരി. സാധാരണ ബിഡി കഴിയുന്നവരൊക്കെ പിന്നെ മേളോട്ട് പഠിക്കാൻ പോവുകയാണല്ലോ. MTH PhD ഒക്കെ എടുത്ത് ഇങ്ങനെ അങ്ങ് പഠിച്ചങ്ങ് പോവുക. പിന്നെന്താ മിഷണറി പ്രവർത്തനം എന്നൊരു ചിന്ത മനസ്സിൽ വന്നത്? അല്ല, കർത്താവ് ആ ഒരു ദർശനം ആദ്യമേ നമ്മുടെ ഹൃദയത്തിൽ തന്നതുകൊണ്ട് മുമ്പോട്ട് തുറന്ന് പഠിക്കേണ്ട എന്നുള്ളൊരു തീരുമാനവും മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് കർത്താവ് വഴി തുറന്നപ്പോൾ നേരെ അതിലോട്ട് ഇറങ്ങുവാനിടയായി. രണ്ട് ലൈനാണ്. ഒന്ന് ചിലർ അക്കാഡമിക്സിൽ അങ്ങ് വളരെ മുന്നോട്ട് പോകുന്നു, മറ്റു ചിലരുടെ മിഷനിലേക്ക് പോകുന്നു. ഇത് രണ്ടും ദൈവരാജ്യത്തിന് ആവശ്യമാണ്. ഓരോരുത്തർ അവരുടെ വിളി അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്നാൽ എൻ്റെ ഒരു വിശ്വാസം, നമുക്ക് ടീച്ചേഴ്സ് വേണം, എന്നാൽ ആ പ്രൊപ്പോർഷൻ കൂടുതൽ മിഷണറീസ് വേണം. അതെ, കാരണം മിഷണറിമാരെ ട്രെയിൻ ചെയ്യാനാണ് ടീച്ചേഴ്സിൻ്റെ ആവശ്യം വരുന്നത്. അതുകൊണ്ട് ഒത്തിരി മിഷണറിമാർ ഇനി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഫുൾ നെയിം ക്രിസ്തുരാജ് എന്ന അല്ലേ? ക്രിസ്തുരാജ് ഹൃദയരാജ്. ക്രിസ്തുരാജ് ഹൃദയരാജ്. പപ്പാടെ പേരാണോ ഹൃദയരാജ്? അതെ. ഓ ശരി. പാസ്റ്റർ അറിയപ്പെടുന്ന സെബാസ്റ്റ്യൻ ആണ്. ശരി. അപ്പോൾ വളരെ പ്രത്യേകതയുള്ള ഒരു പേരാണല്ലോ. അതെ, ക്രിസ്തുരാജ് ഹൃദയരാജ് എന്നുള്ളൊരു പേര്. അപ്പൊ പപ്പ മമ്മിയെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച്, നാട്ടിലെവിടെയാ സ്ഥലം, ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഒന്ന് പറയാം. തീർച്ചയായും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം. എൻ്റെ പേര് ക്രിസ്തുരാജ്. എൻ്റെ സ്വദേശം ഇടുക്കി ജില്ലയിൽ രാജകുമാരി എന്ന ദേശത്താണ്. എൻ്റെ മാതാപിതാക്കൾ, എനിക്കൊരു സഹോദരൻ, ഞങ്ങൾ 2 മക്കൾ. ഞങ്ങൾ രണ്ടുപേരും കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾ 2000 രക്ഷയുടെ അനുഭവത്തിലോട്ട് കടന്നു വരുന്നത്. എൻ്റെ പിതാവ് റോമൻ കാത്തലിക്കും എൻ്റെ മാതാവ് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുമാണ് കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാനിടയായത്. തുടർന്ന് ഞങ്ങളെ 2 പേരെയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവർ സമർപ്പിച്ചു. തുടർന്ന് എൻ്റെ പിതാവ് ഒരു തികഞ്ഞ മദ്യപാനിയും
ലോകമോഹങ്ങളിൽ കിടന്ന ഒരു വ്യക്തിയായിരുന്നു. കർത്താവ് തന്നെ തിരഞ്ഞെടുക്കുകയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തന്നെ വിളിക്കുകയും ചെയ്തപ്പോൾ തന്നെ അതിനു വേണ്ടി സമർപ്പിതനാകുകയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി താൻ പൂർണ്ണമായി സമർപ്പിക്കാനിടയെ തീർന്നു. 2005 വേദപഠനോട് ബന്ധത്തിൽ ബൈബിൾ കോളേജിൽ കടന്നുപോയി. ഇപ്പോൾ വേദപഠന ശേഷം സഭാ ശുശ്രൂഷയിലായിരിക്കുന്നു. എൻ്റെ സഹോദരൻ, ഞങ്ങൾ രണ്ടുപേരാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഞങ്ങളുടെ +2 പഠനത്തിന് ശേഷം ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ BD വേണ്ടി കടന്നുപോയത്. അതിനുശേഷം ഞാൻ എൻ്റെ BD പഠന ശേഷം ഞാൻ സൗത്ത് സുലോണിലോട്ട് കടന്നു വരികയും എൻ്റെ സഹോദരൻ ഇപ്പോൾ ഫെയ്ത്ത് തിയോളജി സെമിനാരിയിൽ തന്നെ എത്തിക്സിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നു. ശരി. അപ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം. സഹോദരന്മാർ രണ്ടുപേരും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 2 വഴി തിരഞ്ഞെടുത്തു. ഒരാൾ അക്കാഡമിക്സിൽ പിന്നെയും മുന്നോട്ട് പോകുന്നു, മറ്റൊരാൾ മിഷണറി ആയിട്ട് പോകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കല്യാണം കഴിഞ്ഞോ? ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഇനി അത് അടുത്ത പ്രാർത്ഥനാ വിഷയമാണല്ലേ? അതെ. സുഡാനിൽ നമുക്ക് കൂട്ടുവരുവാൻ സമർപ്പണമുള്ള ഒരു പെൺകുട്ടിയെ കർത്താവ് ഒരുക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ ജസ്റ്റ് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നല്ലേ? ഞാൻ കഴിഞ്ഞ മാസം നാട്ടിലുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മാതാപിതാക്കളുടെ അനുഭവം മുതലേ പറഞ്ഞു തുടങ്ങാം കേട്ടോ. പപ്പായും മമ്മിയും ഒക്കെ ഞങ്ങൾ ഇപ്പം കേട്ടത് ഒരു വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, കാത്തലിക് ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വിശ്വാസത്തിൽ വന്നു. ആ അനുഭവങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങാം കേട്ടോ. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇനി ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. തീർച്ചയായും. ഞാൻ പറയുവാനിടയായി തീർന്നല്ലോ, എൻ്റെ മാതാപിതാക്കൾ വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അവരുടെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത്. 2000 ഒരു പ്രയർ മീറ്റിങ്ങിൽ അവർ കടന്ന് സംബന്ധിക്കുകയും അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ ദേവദാസൻ അവരോട് സുവിശേഷം അറിയിക്കുകയും നിത്യമായ രക്ഷ എന്താണെന്നുള്ള അവബോധം അവർക്കുണ്ടാകുകയും അവർ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ ഇടയായി തീർന്നു. തുടർന്ന് എൻ്റെ പിതാവ് കർത്താവിൻ്റെ വേലയ്ക്ക് വിളിയുണ്ട് എന്നുള്ള ദർശനം മനസ്സിലാക്കുകയും താൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ ഇടയായി തീർന്നു. ഞങ്ങൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ പിതാവ് ഞങ്ങളെ വിട്ടയച്ച് ബൈബിൾ കോളേജിലോട്ട് കടന്നു പോകാൻ ഇടയായി തീർന്നത്. തുടർന്ന് വളരെ ഒരു ബേസിക് നിലവാരത്തിലാണ് ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചത്. ഇന്നും എൻ്റെ മാതാവിൻ്റെ ഭാഗത്തു നിന്നും ആരും രക്ഷയുടെ അനുഭവത്തിലോട്ട് കടന്നു വന്നിട്ടില്ല. എൻ്റെ പിതാവിൻ്റെ ഭാഗത്താണേലും അവരും റോമൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആയിരിക്കുന്നു. ചാച്ചനും അമ്മച്ചിയും മറ്റ് സഹോദരങ്ങളൊക്കെ രക്ഷയുടെ അനുഭവത്തിലോട്ട് കടന്നു വരുവാൻ ഇടയായി തീർന്നു. അപ്പോൾ കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് അപ്പൊ ഞങ്ങൾക്ക് ദാനമായി തരുന്ന തലമുറകളെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനം വളരെ ചെറുപ്പം മുതലേ ഞങ്ങളുടെ മാതാപിതാക്കൾ എടുക്കുവാനിടയായി തീർന്നു. അപ്രകാരം ഞങ്ങളുടെ കൊച്ചു പ്രായത്തിൽ തന്നെ ഞങ്ങളെ പത്യോപദേശത്തിലും ദൈവിക വഴിയിലും വളർത്തുവാൻ അവരെ കർത്താവ് സഹായിച്ചു. കുഞ്ഞിലെ തന്നെ ഞങ്ങളെ ബൈബിൾ പഠിപ്പിക്കുകയും ആ ദൈവിക ശിക്ഷണത്തിൽ ഞങ്ങളെ വളർത്തുവാനൊക്കെ ഇടയായി. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അന്നൊക്കെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. ആ സമയത്തൊക്കെ ശിക്ഷണം നമ്മളൊക്കെ ഒരുപക്ഷെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നീട് അത് ചിന്തിക്കുമ്പോൾ അതെന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് നന്മയ്ക്ക് കാരണമായി തീർന്നു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ശേഷം നമ്മുടെയൊക്കെ കൊച്ചു പ്രായത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് ആഗ്രഹങ്ങൾ പറയും. വലുതാകുമ്പോൾ നീ ഒരു ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, ഒരു ഡോക്ടറാകണം. പക്ഷെ ഞങ്ങളെ രണ്ടുപേരെയും നിങ്ങൾ മറ്റൊരു ജോലിയും ചിന്തിക്കേണ്ട, നിങ്ങൾ രണ്ടുപേരും കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം എന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും ദിവസവും പറഞ്ഞു തരികയും അങ്ങനെ ഒരു നിലവാരത്തിൽ ഞങ്ങളെ വളർത്തുവാൻ ഇടയായി തീർന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അത് വളരെ അനുഗ്രഹമായി തീർന്നു. തുടർന്ന് അങ്ങനെ ഞങ്ങളുടെ മാതാപിതാക്കൾ കർത്താവിന്റെ വേലയുടെ ബന്ധത്തിലായിരിക്കാൻ ഇടയായി തീർന്നു. പല സ്ഥലങ്ങളിൽ കടന്നുപോയി വളരെ കഷ്ടതയുടെയും ഞെരുക്കങ്ങളുടെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു. ഏതൊക്കെ സ്ഥലങ്ങളിലാ, ഏത് ചർച്ചുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു അങ്ങനെ ഒരു വേലയിലായിരുന്നത്? ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഞങ്ങൾ കുടുംബം ഇപ്പോഴും ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലാണ് കൂടുന്നത്. രാജകുമാരിയിൽ ഒരു ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഉള്ളത് എനിക്കറിയാം. അതെ, രാജകുമാരിയിൽ ഒരു ഷാരോൺ ഫെലോഷിപ്പ് ഉണ്ട്. അതാണ് ഞങ്ങളുടെ മാതൃ ചർച്ച്.
നല്ലൊരു സ്ഥലപ്പേരാ കേട്ടോ. അതെ അതെ. നമ്മുടെ പേരിൽ തന്നെ രാജകുമാരി. ഒരു രാജ് ഉള്ളതുപോലെ, പപ്പയുടെ പേരിൽ ഒരു ഹൃദയരാജ് ഉള്ളതുപോലെ, ശരിക്കും അതെ അതെ. രാജകുമാരിയിലെ ഒരു രാജകുമാരനാ അല്ലേ സുഡാനിൽ? ഞാൻ കേൾക്കുവാനിടയായിട്ടുള്ളത് എന്റെ പേരിന്റെ പിന്നിലെ കഥ, ഞങ്ങളുടെ ഹൈറേഞ്ചിലെ അറിയാലോ, വളരെ പരിമിതമായ വാഹന സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു 98 കാലഘട്ടങ്ങൾ. ആ സമയത്ത് ഞങ്ങളുടെ രാജകുമാരി റൂട്ടിൽ ആദ്യമായി ഓടിയ ബസ്സാണ് ക്രിസ്തുരാജ് എന്ന് പറഞ്ഞ ബസ്. അപ്പം എൻ്റെ അപ്പച്ചൻ എനിക്ക് ആ പേര് നൽകുവാനിടയായിട്ടും ആ ബസ്സിന്റെ ഒരു ഓർമ്മ അർത്ഥം ക്രിസ്തുരാജ് എന്ന പേര് കൊടുത്തു എന്നാണ് ഞാൻ അറിയപ്പെട്ടത്. അങ്ങനെയാണ് ക്രിസ്തുരാജ് എന്ന പേര് വരുവാനിടയായിട്ടത്. ഈ രാജാക്കാട് എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഇടുക്കിയല്ലയോ? അതെ അതെ, രാജാക്കാട് അടുത്ത ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ 3 അടുത്താണ് കിലോമീറ്റർ. രാജ. എൻ്റെ ഒരു അതെ അതെ. സ്നേഹിതൻ്റെ ഒരു പാസ്റ്റർ രാജാക്കാടിലാണോ രാജകുമാരിയിലാണോ ശാരോന്റെ പാസ്റ്ററായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഓക്കെ. ദൈവത്തിന് സ്തോത്രം. ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ ചർച്ചയിലായിരിക്കും. തീർച്ചയായും എനിക്ക് ദൈവത്തിന് അറിയാം. സ്തോത്രം. കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. സോ അങ്ങനെ ശുശ്രൂഷ കാലഘട്ടം ഞങ്ങൾ ആരംഭിക്കുന്നത് സിംഗുകണ്ഠം എന്ന് പറഞ്ഞൊരു ദേശത്താണ്. ഞങ്ങളുടെ ആദ്യമായി ചാർജ് എടുത്ത് പപ്പ കടന്നു പോകുന്നത്. നമുക്കറിയാം, ചിന്നക്കാനൂർ അടുത്ത് ഒരുപക്ഷെ വാർത്തകളിലൊക്കെ നിറഞ്ഞ അരിക്കൊമ്പനെയൊക്കെ പിടിക്കപ്പെട്ട ആ സ്ഥലമാണ് സിംഗുകണ്ഠം. സിംഗുകണ്ഠത്താണ് ഞങ്ങൾ ആദ്യമായി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ കടന്നു പോകുന്നത്. ആ സമയങ്ങളിൽ നല്ല ബിൽഡിങ്ങോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. ഞങ്ങൾ കടന്നുപോയി ഒരു ഷീറ്റൊക്കെ മറച്ച് അവിടെ നിന്ന് കാട്ടിൽ നിന്ന് മരങ്ങളൊക്കെ മുറിച്ചു കൊണ്ടുവന്ന് ഞങ്ങളൊരു ഷെഡൊക്കെ ഇട്ട് അതിലാണ് പ്രാർത്ഥന ആരംഭിച്ചത്. പലപ്പോഴും ആനയെ നേരിൽ കാണുകയും അതിൻ്റെയൊക്കെ വളരെ മറക്കാൻ കഴിയാത്ത ഒത്തിരി അനുഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം അന്ന് വാഹന സൗകര്യങ്ങളൊന്നുമില്ല. നടന്നു വേണം, കിലോമീറ്ററുകളോളം നടന്നു വേണം ഞങ്ങളെ ശുശ്രൂഷയിലേക്ക് കടന്നു പോവുകയും അവിടുന്ന് തിരിച്ച് ഞങ്ങൾ രാജകുമാരിലോട്ട് വരേണ്ടത് ഒരു സാഹചര്യം. അങ്ങനെ പല സന്ദർഭങ്ങൾ മാറി മാറി ആ ഒരു ജീവിതാനുഭവങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പാഠമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്കൊരു വാഹനമോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ഞങ്ങൾ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ പിതാവ് ഞങ്ങളോട് പറയുമായിരുന്നു, നമുക്കൊരു വാഹനം വേണം, ഞങ്ങൾക്ക് പോകുവാൻ സമയത്ത് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഞങ്ങൾ ഞങ്ങളൊരു ബൈക്കിന് വേണ്ടി ഇങ്ങനെ എഴുതി പ്രാർത്ഥിച്ചു. ദൈവം ആ പ്രാർത്ഥന കേട്ട് ഞങ്ങൾ സിംഗേട്ടത്തിന് പോരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്കൊരു പുതിയ ബൈക്ക് മേടിപ്പാൻ, അവിടെ ശുശ്രൂഷിപ്പാനൊക്കെ കർത്താവ് വഴികളെ ഒരുക്കി. ആ അനുഭവങ്ങളെയൊക്കെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഏതാണ്ട് 5 വർഷക്കാലം അവിടെ ശുശ്രൂഷിപ്പാൻ കർത്താവ് ഇടയാക്കി. പലപ്പോഴും ആനയെ നേരിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഭയപ്പെട്ട് വിറങ്ങലടിച്ച അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ അനുഭവങ്ങളിലെല്ലാം കർത്താവ് ഞങ്ങളെ വിടിവിച്ചു. ഏതാണ്ട് ഒരു 15 കിലോമീറ്ററോളം ഒക്കെ നടന്ന് ഞങ്ങൾ ആ സ്ഥലത്ത് ശുശ്രൂഷിക്കാനായിട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ്. ഞങ്ങൾ വളരെ ചെറുപ്രായമാണ്. ആ സമയത്തൊക്കെ കർത്താവ് ഞങ്ങളെ വഴി നടത്തി. ഇന്ന് ഞാൻ ഓർക്കുന്ന ഞങ്ങളെ ഒരു കുന്ന് കയറി മേളോട്ട് കയറുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാട്ടുപോത്തിനെ കാണുവാനായിട്ടുണ്ട്. ഒരു വലിയ രൂപമായതുകൊണ്ട് ഞങ്ങൾ ദൂരേന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഓർത്തു അതൊരു ആനയായിരിക്കും. പെട്ടെന്ന് ഞങ്ങൾ ഭയത്തോടെ ആനയാന്നുള്ള ആ ചിന്തയിൽ ഞങ്ങൾ പേടിച്ച് ഓടി മാറിയാനിടയെത്തുന്നു. പിന്നീടാണ് മേളെ എത്തിക്കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് അതൊരു വലിയൊരു കാട്ടുപോത്തായിരുന്നു. അപ്പം പലപ്പോഴും ആനയെ ഇന്നും അവിടെ ജനങ്ങള് പേടിച്ചും ഒക്കെയാണ് ജീവിക്കുന്നത്. അപ്പൊ അത്രയൊരു സാഹചര്യമായിരുന്നു അവിടെ. അവിടെ വിശ്വസ്തയോടെ 5 വർഷക്കാലം നിൽപ്പാൻ കർത്താവ് സഹായിച്ചു. തുടർന്ന് ഞങ്ങൾ വേറൊരു വട്ടപ്പാറ എന്ന് പറഞ്ഞ് ഞങ്ങൾ രാജകുമാരിയുടെ അടുത്ത് തന്നെ വട്ടപ്പാറ എന്നൊരു സ്ഥലത്ത് ശുശ്രൂഷിപ്പാനായി കടന്നു വന്നു. ആ സമയങ്ങളിൽ കർത്താവിനോട് അധികമായി അടുത്തിരിപ്പാൻ എൻ്റെ ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കി. എൻ്റെ കൊച്ചു പ്രായത്തിൽ തന്നെ ഈ CM ക്യാമ്പുകൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുമ്പോട്ടുള്ള ആത്മീയ ജീവിതത്തിന് വളരെ ഉത്തേജനമേകുവാൻ ഇടയായി തീർന്നു. ആ ക്യാമ്പുകളിൽ കടന്നു പോവുകയും ദൈവവചനം എന്നോട് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിപ്പാൻ ഇടയായി. ആത്മാഭിഷേകത്തിൽ ഹോളി സ്പിരിറ്റിൽ നിറയപ്പെടുവാൻ ഇടയായി തീർന്നു. അന്ന് രാത്രി ഞാൻ തീരുമാനമെടുത്തു, കർത്താവ് എനിക്ക് അവസരം നൽകിയാൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കണമെന്നുള്ള വലിയൊരു തീഷ്ണത എൻ്റെ ഉള്ളത്തിൽ വടം വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. തുടർന്നുള്ള ക്യാമ്പുകൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾക്ക്
കാർഡ് അയച്ചു തന്നു. എൻ്റെ സഹോദരനും അതുപോലെ തന്നെ ആ ദർശനം കർത്താവ് തന്നിലും കൊടുക്കുവാനിടയായിരുന്നു. ഞങ്ങൾ +2 പഠനശേഷം ആ എവിടെ കടന്നു പോകണം, എങ്ങനെ മുമ്പോട്ടുള്ള ശുശ്രൂഷകളായിത്തീരണം എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഞങ്ങളുടെ കൂടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ പലരും ചോദിച്ചു, രണ്ടുപേരെയും ബൈബിൾ കോളേജിൽ വിടണോ, ഒരാളെ ഏതെങ്കിലും ജോലിക്ക് വേണ്ടി പഠിപ്പിക്കാമല്ലോ, നിങ്ങളുടെ അവസ്ഥ, മുമ്പോട്ടുള്ള ഭാവി കാര്യങ്ങളൊക്കെ ഉണ്ട്. ശുശ്രൂഷ ഹൈറേഞ്ചിലെ ശുശ്രൂഷകളൊക്കെ നമുക്കറിയാം, നാട്ടിലെ പോലെയല്ല, ഇച്ചിലൂടെ പ്രയാസമേറിയ അനുഭവങ്ങളാണ്. അങ്ങനെ എൻ്റെ പിതാവ്, ഞങ്ങൾ രണ്ടുപേരും തീരുമാനമെടുത്തു, ഞങ്ങൾ തുടർന്നും ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയവരാണ്, അതുകൊണ്ട് മറ്റു ജോലികൾക്കൊന്നും പഠിക്കേണ്ട, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പോകാം. അങ്ങനെ തിയോളജിക്കൽ സെമിനാരിയിൽ കടന്നുപോയി 5 വർഷം കാലം പഠിപ്പാൻ കർത്താവ് എന്നെ സഹായിച്ചു. അവിടെ പോയിട്ടാണ് ഞാൻ 3 ദിവസമൊക്കെ ഉപവാസം ഇരിക്കാൻ കഴിയുന്നത്. കാരണം ശാരീരികമായി എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. എൻ്റെ യവന പ്രായത്തിൽ എനിക്ക് അൾസറിൻ്റെയും മറ്റ് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ഒരു ദിവസം ഒരു 1 ഡേ ഫുള്ള് ഉപവസിപ്പാൻ കഴിയാത്ത ഒരു സമയങ്ങളായിരുന്നു ആ സമയം. അങ്ങനെ ഞാൻ FTSൽ ജോയിൻ ചെയ്തപ്പോൾ ആദ്യത്തെ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ ആ ഉപവാസ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്ത ശേഷമാണ് ഞാൻ 3 ദിവസവും ഉപവസിക്കാൻ കഴിഞ്ഞത്. കൃപയാൽ, കർത്താവിന്റെ കൃപയാൽ എനിക്ക് ഫസ്റ്റ് ഇയർ തീരുന്നതിന് മുമ്പ് എനിക്ക് 21 ഡേയ്സ് ഫാസ്റ്റിങ്ങിൽ പൂർത്തീകരിക്കാൻ കർത്താവ് സഹായിച്ചു. പുതിയ കൃപാവരങ്ങളാലൊക്കെ കർത്താവ് എന്നെ നിറച്ചു. അങ്ങനെ ഒരു വലിയ ആത്മാവിന്റെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ നൽകുവാനിടയെ തീർന്നു. എൻ്റെ സീനിയേഴ്സിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എന്നെ ആത്മീയമായി ഒത്തിരി കൈപിടിച്ചുയർത്തിയ എൻ്റെ സീനിയേഴ്സാണ്. എല്ലാ ഫ്രൈഡേയും ഞങ്ങൾക്ക് ഹോൾ നൈറ്റ് പ്രെയർ ഉണ്ട്. ഞാൻ ഓർമ്മ വെച്ചെങ്കിൽ ഞാൻ അവിടെ കടന്നുപോയി ഒരു ഹോൾ നൈറ്റ് പ്രെയർ പോലും മുടക്കാൻ കഴിയാത്ത അവസ്ഥകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ എല്ലാ ദിവസവും തുടക്കത്തിലൊക്കെ നമുക്കറിയാം, ഒത്തിരി കുഞ്ഞുങ്ങൾ വരും, ഒത്തിരി പേരിരുന്ന് പ്രാർത്ഥിക്കും. പിന്നീട് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് 5ഉം 10ഉം പേരൊക്കെ ആയി, തുടർന്ന് 2 പേരായി. അവസാനം ഞാൻ ഏകനായിരുന്നു പ്രാർത്ഥിച്ച അനുഭവങ്ങളൊക്കെ FTSൽ രാത്രികളിൽ പ്രാർത്ഥിച്ച അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. കർത്താവ് അപ്രകാരം ഒരു അനുഭവത്തിൽ നടത്തിയതോർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് മിഷനെ കുറിച്ചുള്ള വലിയ ദർശനം, നോർത്ത് ഇന്ത്യയിൽ കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ള വലിയ ദർശനമായിരുന്നു എൻ്റെ ഹൃദയത്തിൽ. സുവിശേഷം കേൾക്കപ്പെടാത്ത, സുവിശേഷം എത്തപ്പെടാത്ത ദേശങ്ങളിൽ കടന്നുപോയി ദൈവത്തിന്റെ വചനം പറയണമെന്നുള്ള വലിയ ദാഹം എൻ്റെ ഹൃദയത്തിൽ കൊച്ചുനാൾ മുതലേ ഉണ്ടാകുവാനിടയെത്തിയിരുന്നു. അപ്രകാരം നോർത്ത് ഇന്ത്യക്ക് കടന്നു പോകാം, ബൈബിളിന് ശേഷം നോർത്ത് ഇന്ത്യയിൽ കടന്നു പോകാമെന്നുള്ള വലിയ ആഗ്രഹത്തോടും സമർപ്പണത്തോടും ആയിരുന്നു ഞാൻ. അതിനുശേഷം എനിക്ക് ആ സമയത്താണ് ക്രിസ്റ്റോ ഇവിടുന്ന് മിഷണറിയായി സൗത്ത് സുഡാനിലോട്ട് കടന്നു വരുന്നു എന്നുള്ള വലിയ തീരുമാനമെടുത്തത്. ഞാനൊക്കെ ഒത്തിരി അത്ഭുതത്തോടെ നോക്കിക്കണ്ട ഒരു സംഭവമാണ്. ക്രിസ്റ്റോ സൗത്ത് സുഡാനിലോട്ട് കടന്നു പോകുന്നു, അതും ആഫ്രിക്കയിലോട്ട്. നമുക്കറിയാം, ആഫ്രിക്കയിലെ അനുഭവങ്ങളൊന്നും അത്ര സുഖകരമല്ല. താൻ കടന്നുപോയി. ഞാൻ വളരെ അതിശയത്തോടൊക്കെ കണ്ടുമുട്ടിയ ഒരു സന്ദർഭമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒത്തിരി നല്ല അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. താൻ എടുത്ത തീരുമാനം ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഒരു പക്ഷേ ക്രിസ്റ്റോയ്ക്ക് ആ ഒരു തീരുമാനം എടുക്കണമായിരുന്നു. മാത്രമല്ല, താൻ വിവാഹശേഷം ഒരു 90-ആം ദിവസമാണ് സൗത്ത് സുഡാനിലോട്ട് കടന്നു വന്നത്. അങ്ങനെ താൻ കടന്നു വരികയും ചില ദിവസങ്ങളൊക്കെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഇവിടുത്തെ വന്നത്തെ കാര്യങ്ങളൊക്കെ പറയുവാനിടയായി തീർന്നു. ഒരു രാത്രി താൻ എന്നോട് വിളിക്കുവാനിടയായി തീർന്നു. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്റ്റോ എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, ക്രിസ്തു, നീ സൗത്ത് സുഡാനിലോട്ട് കടന്നു വരുന്നു? അപ്പോൾ ആ സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു ചർച്ചിൽ എൻ്റെ സീനിയർ ആയിരുന്ന ഒരു ദേവദാസന്റെ കൂടെ ശുശ്രൂഷിപ്പാൻ ഇടയായി തീർന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് നോർത്ത് ഇന്ത്യയിൽ ബന്ധങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല, ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാരുണ്ട്. പക്ഷെ എനിക്കൊരു മുഖാന്തരങ്ങളോ വഴികളോ ഒന്നും തുറന്നു വരുന്നില്ല. നോർത്ത് ഇന്ത്യയിൽ എവിടെ പോകണം, എങ്ങനെ. ഞാൻ കർത്താവിന്റെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യാനിടയെത്തുന്നു. കർത്താവ് ബൈബിൾ കോളേജിൽ പഠന ശേഷം ഞാൻ ഇവിടെ ഇരിക്കാനല്ലല്ലോ, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം, എനിക്ക് വഴികളൊന്നും മുമ്പിൽ തുറന്നു വരുന്നില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ക്രിസ്റ്റോ ഈ ചോദ്യം എൻ്റെ ഹൃദയത്തിൽ ഇടുവാൻ ഇടയായി തീർന്നത്. അപ്പൊ അന്ന് രാത്രിയാണ് ഞാൻ ഔട്ട്സൈഡ് ഇന്ത്യയെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചു, ആ സമയത്ത് എനിക്ക് പാസ്പോർട്ട് ഇല്ല, മറ്റ് കാര്യങ്ങളൊന്നുമില്ല. ആ സമയത്താണ് ക്രിസ്റ്റോ എന്നോട് ചോദിച്ചത്, ക്രിസ്തു, നീ സൗത്ത് സുഡാനിലോട്ട് വരുന്നു? അപ്പം നമുക്കറിയാം, നാട്ടിലെ വെച്ച് ഏതാണ്ട് ഒരു 3.5 മണിക്കൂർ ബാക്കിലോട്ടാണ് സൗത്ത് സുഡാനിലെ ടൈം.
അപ്പം നാട്ടിലെ സമയം അനുസരിച്ച് ഒരു 10-10:30 സമയത്താണ് എന്നോട് ആ ചോദ്യം ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ പ്രാർത്ഥിക്കുക, ദൈവം അവനൊരു നടത്തിപ്പ് തരുന്നെങ്കിൽ നീ പറ, നമുക്ക് ഒരുമിച്ച് ഈ ദേശത്ത് വൻ കാര്യങ്ങളെ ചെയ്യാൻ കഴിയും എന്ന് പറയാനിടയായി തീർന്നു. അതിനുശേഷം ഞാൻ കോളുകളൊക്കെ ആ സമയത്ത് പെട്ടെന്ന് സംസാരിച്ച് തീർക്കുവാനിടയായി തീർന്നു. പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ ആഴത്തിൽ ഒരു ചോദ്യം, എന്തുകൊണ്ട് നിനക്ക് പോയിക്കൂടാ? ഈ ചോദ്യം എന്റെ ഹൃദയത്തിൽ മുഴങ്ങുവാനിടയായി തീർന്നു. അത് വീണ്ടും വീണ്ടും എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ചിഹ്നമായി ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി, കർത്താവ്, എന്താണ്, എനിക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. ഈ ചോദ്യം വീണ്ടും വീണ്ടും എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അറിയാതെ ഞാൻ കരയുവാനിടയായി തീർന്നു. ഞാൻ കരഞ്ഞ പല ഇൻസിഡൻസ് എന്റെ മുമ്പിൽ കടന്നു വരും. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു ഞാൻ എങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതും കർത്താവിനെ നടത്തിയ വിധങ്ങളെയൊക്കെ ഓർത്ത് ഞാൻ ഇങ്ങനെ എന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. വീണ്ടും ഞാൻ പല വിഷയങ്ങളെ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിച്ചു. കർത്താവെ, ഇത് ദൈവഹിതമെങ്കിൽ ഞാൻ കടന്നു പോകാമെന്നുള്ള തീരുമാനം, ഒരു സമർപ്പണം ഞാൻ എടുക്കുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വലിയൊരു സമാധാനം എന്റെ ഹൃദയത്തിൽ തുറന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുവചനം വായിപ്പാനായി വേദപുസ്തകം തുറന്നപ്പോൾ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 34-ാം വാക്യത്തിൽ കാണുന്നു, കർത്താവ് തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഈ വചനം കൂടി വായിച്ചതും എന്റെ ഹൃദയം വളരെ അധികം സന്തോഷത്തിലും വളരെയധികം സമാധാനം എന്റെ ഹൃദയത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. ഞാൻ അന്ന് ആ രാത്രി ഞാൻ സമർപ്പിച്ചു. ഞാൻ തീരുമാനമെടുത്തു സൗത്ത് സുഡാനിലോട്ട് കടന്നു പോകാം. പിന്നീട് ഈ കാര്യം ഞാൻ എന്റെ മാതാപിതാക്കളോട് പിറ്റേ ദിവസം പറയണം. ഞാൻ ഈ മാനുഷിക ചിന്തയിൽ ചിന്തിച്ചു, ഒരുപക്ഷെ എന്റെ മാതാപിതാക്കൾ ഒരുപക്ഷെ വേണ്ടെന്ന് പറയുമായിരിക്കും. സൗത്ത് സുഡാന്റെ കുറേ അനുഭവങ്ങളൊക്കെ എന്തായി തീരും, മലയേറിയതായ അനുഭവങ്ങളുണ്ട്, മറ്റ് നല്ല സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്, സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഓർത്തു, എന്റെ മനസ്സിൽ ചിന്തിക്കുകയാണ്, അവരെ ചിലപ്പോൾ ഒരുപക്ഷെ വേണ്ടെന്ന് പറയുമായിരിക്കും. എങ്കിലും ഞാൻ ധൈര്യത്തോടെ പറഞ്ഞു, ഞാനിങ്ങനെ സൗത്ത് സുഡാനിലേക്ക് കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇരുവരും അല്പസമയം സമയമെടുത്തിട്ട് അവർ പറഞ്ഞു, ഇതാണ് നിന്റെ വിളി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോവോ എന്ന് ഇരുവരും ഒരുമിച്ച് പറയാനിടയായി തീർന്നു. അപ്പം എന്റെ ജീവിതത്തിൽ അത് വലിയൊരു വഴിത്തിരിവിന് കാരണമായി തീരുവാനിടയായി തീർന്നു. അങ്ങനെ 1 മാസം കൊണ്ട് എന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുവാനിടയായി തീർന്നു. ഒരു അതിശയകരമായി ദൈവം വഴികളെ തുറന്നു. ഞാൻ പാസ്പോർട്ടിന് വേണ്ടി എന്തൊക്കെ അപേക്ഷിക്കണമെന്ന് പോയി അക്ഷയ സെന്ററിൽ ചോദിച്ചിട്ട് വരാമെന്ന് പോകുമ്പോഴാണ് അന്ന് തന്നെ എനിക്ക് ഡേറ്റ് എടുക്കുവാനും പാസ്പോർട്ടിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനൊക്കെ കർത്താവ് സഹായിച്ചു. തുടർന്ന് 1 മാസത്തിൽ ഞാൻ സൗത്ത് സുഡാനിൽ, ആ സമയം ക്രിസ്റ്റോ നാട്ടിൽ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ആ സമയം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് സൗത്ത് സുഡാനിൽ 2023 ഫെബ്രുവരി മാസം 2-ാം തീയതി ഞാൻ സൗത്ത് സുഡാനിലോട്ട് കടന്നു വരുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ എല്ലാ വഴികളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവം അതിനുവേണ്ടി മുഖാന്തരങ്ങളെ ഒരുക്കി, സാമ്പത്തിക വഴികളെല്ലാം കർത്താവ് ഒരുക്കി, എല്ലാം ക്രമമായി ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചത് ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. സൗത്ത് സുഡാനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ചെറിയ അറിവുകളൊക്കെ ക്രിസ്റ്റോ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളൊക്കെ ഉണ്ട്. ആ നിമിഷത്തിൽ നമുക്കറിയാം, ഒത്തിരി മലേറിയ പിടിപെട്ട് ഇന്നും ലോകത്തിൽ മരണപ്പെടുന്ന ഏറ്റവും മരണസംഖ്യ ഉയർന്ന ഒരു ദേശമാണ് സൗത്ത് സുഡാൻ. നല്ല വസ്ത്രമില്ല, നല്ല പാർപ്പിടമില്ല, നല്ല റോഡ് സൗകര്യങ്ങളില്ല, നല്ല നെറ്റ്വർക്ക് കണക്ഷൻ ഇല്ല. അങ്ങനെ ഇന്ന് ലോകരാജ്യത്തിന്റെ ഏറ്റവും വേസ്റ്റ് കൺട്രി എന്ന് പറയാവുന്നൊരു രാജ്യമാണ് സൗത്ത് സുഡാൻ. നമുക്കൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട് സൗത്ത് സുഡാനെ കുറിച്ച് കേൾക്കുമ്പോൾ ഉഗാണ്ടയെ കുറിച്ചും നൈജീരിയയെ കുറിച്ചും മറ്റും നമ്മളൊക്കെ കേൾക്കുകയുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പോവർട്ടിയും മറ്റും അനുഭവപ്പെടുന്ന ഒരു രാജ്യമാണ്. വിലക്കയറ്റവും എല്ലാം കൊണ്ടും എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു രാജ്യമാണ് സൗത്ത് സുഡാൻ. ലോകത്തിലെ ഏറ്റവും ദരിദ്രമാകുന്ന രാജ്യം എന്നാണ് പറയുന്നത്. അതെ, ലോകത്തിലെ ഇന്ന് ഏറ്റവും കൂടുതൽ ദരിദ്രമായ രാജ്യമാണ് സൗത്ത് സുഡാൻ. അപ്പം ആ ഒരു ചിന്ത എന്റെ മനസ്സിൽ കടന്നുണ്ട്. ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങുന്നു, ആയുധധാരികളായ കുറെ വ്യക്തികളെ കാണുന്നു. അറിയാം, നമുക്ക് ഒരാളുകളെ കാണുമ്പോൾ ഒരേ മുഖച്ഛായ ഉള്ളവരായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ആഫ്രിക്കക്കാരെ പ്രത്യേകിച്ചും കാണുമ്പോൾ ഒരേ മുഖച്ഛായ ഉള്ളവരായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അവർ വിരൂപമായ നോട്ടങ്ങളും അവർ നമ്മളെ സൂക്ഷ്മമായി നോക്കുന്നു. അതൊക്കെ എനിക്ക് ഭയമുള്ളവാനിടയെ തീർന്നു. പെട്ടെന്ന് ഞാൻ വണ്ടിയിൽ കയറി ഇങ്ങനെ മറിഞ്ഞിരിക്കുവാനിടയെ തീർന്നു. അപ്പം അവിടെ നിന്നാണ് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. അന്ന് പാസ്റ്റർ സുശീൽ മാത്യു, അദ്ദേഹമാണ് ഈ മിഷന്റെ കൈത്താങ്ങൽ നൽകുന്നത്. അദ്ദേഹമാണ് ഇതിനു വേണ്ടി
തന്റെ ദർശനം, താൻ ഒരു മിഷൻ ട്രിപ്പുമായി ഇവിടെ കടന്നു വന്നപ്പോൾ കർത്താവ് ഈ ജനത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തന്റെ ഹൃദയത്തിൽ സംസാരിക്കുകയും അതോടൊപ്പമാണ് ക്രിസ്റ്റോ തന്നെ ഇവിടെ കടന്നു വന്ന് ജോയിൻ ചെയ്യുകയും തുടർന്ന് എനിക്കും അദ്ദേഹം മുഖാന്തരം കടന്നു വരുവാനും ഇവിടെ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ ആയിരിക്കാൻ ഇടയാകുന്നത്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സൗത്ത് സുഡാന്റെ ക്യാപിറ്റലാണ് ജൂബ. ജൂബയിൽ നിന്ന് ഏതാണ്ട് 500 കിലോമീറ്റർ മാറിയാണ് നമ്മുടെ മിഷൻ സ്റ്റേഷൻ. അപ്പം ഒത്തിരി ഉൾഗ്രാമത്തിലാണ് നമ്മുടെ മിഷൻ സ്റ്റേഷൻ. നമുക്കറിയാം മിഷൻ പ്രവർത്തനങ്ങളൊക്കെ കൂടുതലും ടൗണിനോട് ചേർന്നതും സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ചൂസ് ചെയ്യാറ്. പക്ഷെ നമ്മുടെ മിഷൻ സ്റ്റേഷനിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് ഒത്തിരി ടൗണിൽ നിന്ന് മാറി വില്ലേജ് കേന്ദ്രീകൃതമായ ഒരു മിഷനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പം ഡോക്ടർ സുശീൽ മാത്യു അദ്ദേഹം വരുമ്പോൾ പെൻഡക്കോസ്റ്റൽ ഒരു ഓർഗനൈസേഷൻ ഇവിടെ ലോക്കലിൽ കണ്ടുമുട്ടുകയും അവര് നമ്മുടെ പഠിപ്പീരിനും പരിശുദ്ധാത്മാവിനുള്ള പ്രാധാന്യമൊക്കെ കൊടുത്ത് ആ ഒരു തരത്തിൽ സഭയെ നയിക്കുന്ന ഒരു ദൈവദാസനെ കണ്ടുമുട്ടുകയും തന്റെ കീഴിൽ 18ഓളം ചർച്ചുകൾ മരത്തിന്റെ കീഴിൽ, അവർക്ക് നല്ല ബിൽഡിംഗ് ഒന്നും സൗകര്യങ്ങളൊന്നുമില്ല. അപ്പൊ അവരോട് ചേർന്ന് പ്രവർത്തിക്കാമെന്നുള്ള ഒരു ദർശനമാണ് കർത്താവ് അദ്ദേഹത്തിന് കൊടുത്തത്. ഞങ്ങൾ ഒരുമിച്ച് അവരോട് ചേർന്ന് പ്രവർത്തിപ്പാൻ ഇടയായി. ഇപ്പോൾ അവരോട് ചേർന്ന് പ്രവർത്തിപ്പാൻ ഇടയായി വരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ സ്ഥലത്തോടാണ് ഞങ്ങൾക്ക്, കാരണം മറ്റാരെയും പരിചയമില്ല. അദ്ദേഹമാണ് ഞങ്ങൾക്ക് സൗത്ത് സുഡാനിലുള്ള ഏക പരിചയം. അപ്പൊ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് ഇവിടെ അറിയാം, ആഫ്രിക്കയിൽ നമുക്കറിയാം തുക്കിലുകളാണ് പറയുന്നത്. ആ തുക്കിലാണ് നമ്മുടെ താമസം. അതായത് 4 സൈഡും കൂര പുല്ല് മേഞ്ഞ് ഗ്യാപ്പ് കാണും. കാരണം എയർ സർക്കുലേഷന് വേണ്ടി ഒരു ഗ്യാപ്പ് ഇടും. അപ്പൊ മണ്ണ് കൊണ്ട് മാത്രം തേച്ച് പിന്നെ ക്ലേ കൊണ്ട് അവര് ആ ഭിത്തിയൊക്കെ മിനുക്കി ആകൃതിപ്പെടുത്തി. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അവിടെയാണ് ഞങ്ങൾ ആദ്യമായി കടന്നു വന്നത്, ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ വരുന്ന വഴിക്ക് ഞങ്ങൾ ബൈ റോഡാണ് വന്നത്. കാര്യം നമുക്ക് 1 അവർ ഫ്ലൈ ചെയ്ത് വരാൻ പറ്റും, പക്ഷെ അതത്ര റിസ്ക് ആണ്. പിന്നെ ഫ്ലൈറ്റിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എപ്പോൾ അവർ ക്യാൻസൽ ചെയ്യുമെന്നുള്ളതും. പിന്നെ അങ്ങനെ കുറെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് നമ്മുടെ സ്ഥലത്തോട്ട് ഫ്ലൈ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു 40 കിലോമീറ്റർ നമ്മുടെ മിഷൻ ബേസിലോട്ട് കടന്നു വരണം. അപ്പൊ ഞങ്ങളുടെ ലഗേജും മറ്റു കാര്യങ്ങളും കുറെ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ ബൈ റോഡ് വരാമെന്ന് തീരുമാനമെടുത്തു. ഏതാണ്ട് ഒരു 10-12 മണിക്കൂറോളം യാത്ര ചെയ്ത് ഞങ്ങളുടെ മിഷൻ സ്റ്റേഷനിൽ എത്തുവാനിടയായി തീർന്നു. വരുന്ന വഴിക്കൊക്കെ എന്റെ ഹൃദയത്തിൽ കർത്താവ് ചിന്തിക്കുവാനായിട്ട് ഈ ഗ്രാമങ്ങളെയൊക്കെ കാണുമ്പോൾ നല്ല വസ്ത്രമില്ല, നല്ല നാളെയെക്കുറിച്ചുള്ള ചിന്തയില്ല അവർക്ക്. എന്ത് തിന്നും, ഇന്നത്തേക്കുള്ള ഭക്ഷണം കിട്ടിയാൽ അതുകൊണ്ട് മതി എന്ന ജീവിക്കുന്ന ഒരു ജനതയാണ് സൗത്ത് സുഡാനിൽ ജീവിക്കുന്നത്. അപ്പൊ ഞങ്ങളിവിടെ ഞങ്ങളുടെ മിഷൻ സ്റ്റേഷനിൽ കടന്നു വന്നു. നെറ്റ്വർക്ക് ഭയങ്കര കുറവാണ്. നല്ല നമുക്കറിയാം ഭവനത്തിന് പോലും അടിസ്ഥാന സൗകര്യമില്ല. ഞങ്ങൾ വന്ന സമയത്ത് അവിടെ ഞങ്ങൾക്ക് നൽകി തന്ന ആ റൂമിൽ ചെതൽപുറ്റ് കയറി മൊത്തം നശിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ വന്ന് പൊടിയൊക്കെ അടിച്ചു മാറ്റി. ഇവിടെ സുഡാൻ ജൂബ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല നെറ്റ്വർക്ക് ഇല്ല, നല്ല ടാർ റോഡ് ഇല്ല, മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. വെള്ളത്തിനാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു ജനതയാണ് സൗത്ത് സുഡാനിൽ. അപ്പം നമുക്ക് ഇവിടുത്തെ സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ കർത്താവ് നമുക്ക് സഹായിച്ചത് കൊണ്ട് നമുക്കൊരു ബോർവെല് ഇവിടെ ഇടുവാനിടയായി തീർന്നു. അപ്പൊ അതിൽ നിന്ന് വേണം ഞങ്ങൾ വെള്ളം കോരി ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുവാൻ, ഭക്ഷണത്തിലുള്ളതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ. വന്ന സമയത്ത് നല്ലൊരു ടോയ്ലറ്റ് ഇല്ല. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ക്രിസ്റ്റോയും കടന്നു വന്നത്. ക്രിസ്റ്റോ വന്ന് താൻ 3 മാസം ഏകനായിരുന്നു. ആ സമയത്ത് എനിക്ക് മലേറിയ പിടിച്ചു. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ ആരുമില്ല, ഭാഷ അറിയത്തില്ല. അങ്ങനെ താൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്യാനിടയായി തീർന്നു. അപ്പം ആ അനുഭവങ്ങളൊക്കെ എന്നോട് പങ്കുവയ്ക്കുമ്പോഴും കർത്താവ് പല ചോദ്യചിഹ്നങ്ങൾ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. എങ്ങനെയായി തീരും, ഹൃദയത്തിൽ പല ചോദ്യചിഹ്നങ്ങളുമായിട്ടാണ് ഞാൻ ഇവിടെ കടന്നു വന്നതെങ്കിലും ഇന്ന് നിറഞ്ഞ ഈ ഭവനത്തിലെത്തി ഞാൻ പറയുന്നു, കർത്താവിന്റെ വലിയ 2 വർഷത്തിനുള്ളിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയാണ് ഞങ്ങൾ ഇവിടെ കാണുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവദാസൻ ഞങ്ങളോട് ഒരുമിച്ച് ഒരാഴ്ച കളയിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവാനിടയായി തീർന്നു. താൻ തിരിച്ചു പോകാനിടയായി തീർന്നു. ഞങ്ങൾ പിന്നെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ പറ്റി, ഇവിടുത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഞങ്ങൾ അറിയുവാനിടയായി തീർന്നു. ഇവിടുത്തെ ഭാഷ എന്ന് പറയുന്നത് ഡിങ്കയാണ്. സൗത്ത് സുഡാനിൽ മൊത്തം 64 ട്രൈബുകളാണ് ഉള്ളത്. 64 ട്രൈബിലും 64 ഭാഷകളാണ്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഏറ്റവും മേജറായ ഒരു ട്രൈബാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഡിങ്ക എന്ന ട്രൈബ്.
മരണത്തെ ഭയമില്ലാത്ത, അന്യോന്യം കൊല്ലിക്കുകയും അതിൽ ആഹ്ലാദം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു ജനതയാണ് സൗത്ത് സുഡാനിലേത്. ആഭ്യന്തരമായ യുദ്ധവും കലഹങ്ങളൊക്കെ ഒത്തിരി അവരെ അടിച്ചമർത്തപ്പെട്ട ഒരു അനുഭവത്തിലൂടെയാണ് അവർ കടന്നു പോകാനിടയെ തീർന്നത്. അപ്പൊ ഞങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എവിടെ തുടങ്ങണം എന്നുള്ള വലിയ ചോദ്യചിഹ്നങ്ങളുടെ ഇടയിലാണ് ഞങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചത്. ഞങ്ങള് ഇവരുടെ ഭാഷയിൽ നമുക്ക് ഡിങ്ക ലാംഗ്വേജിൽ നമുക്ക് ജീസസ് ഫിലിം ഉണ്ട്. അപ്പൊ ഓരോ ഗ്രാമങ്ങളിൽ ഞങ്ങൾ കടന്നുപോയി ജീസസ് ഫിലിം കാണിക്കും. അവരുടെ അതിനുശേഷം ഞങ്ങൾ ഇംഗ്ലീഷ് പ്രസംഗിക്കും. ഞങ്ങൾക്ക് ട്രാൻസ്ലേറ്റർ ഉണ്ട്, അദ്ദേഹം പ്രസംഗിക്കുകയും അവരൊക്കെ ആദ്യമായിട്ടാണ് ഈ ഡിസ്പ്ലേയും ഈ സ്ക്രീനൊക്കെ കാണുന്നത്. അപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ കൂടി വന്ന് അവർ ഈ സുവിശേഷം കേൾക്കുകയും ഒത്തിരി പേർ രക്ഷയുടെ അനുഭവത്തിലേക്കൊക്കെ കടന്നു വരുവാനിടയായി തീർന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. ഞങ്ങൾക്ക് ബാത്റൂം സൗകര്യമില്ലാത്തത് കൊണ്ട് എൻ്റെ പിതാവിന് മേസ്തിരിപ്പണി അറിയാവുന്നത് കൊണ്ടും ഞാൻ അതിനോട് കൂടെ ചേർന്ന് പ്രവർത്തിച്ചു. ചെറിയ അറിവൊക്കെ എനിക്ക് അതിലുണ്ട്. അപ്പം ഞങ്ങൾ വിശ്വാസത്തിൽ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ ബാത്റൂം പണിതു. ഇപ്പോഴും ഞങ്ങൾ പണിത ബാത്റൂമാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്ത് യൂസ് ചെയ്യുന്നത്. അതിനൊക്കെ ബലപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. സൗത്ത് സുഡാനിൽ ഏറ്റവും വലിയ ഒരു ദുരന്തം എന്ന് പറയുന്നതാണ് മലേറിയ. അതിശക്തമായ മലേറിയ. ഇവിടുത്തെ കണക്കുകൾ അനുസരിച്ച് ഓരോ ദിവസവും ഒരു ചെറിയ ക്ലിനിക്കിൽ 10-15 കുഞ്ഞുങ്ങൾ മരിക്കപ്പെടുന്നു എന്നുള്ള ഒരു കണക്കുകളാണ് പുറത്തു വരുന്നത്. അപ്പൊ അത്രമാത്രം ഭയാനകമായ ഒരു അനുഭവമാണ് മലേറിയയുടെ അനുഭവങ്ങൾ. എൻ്റെ ജീവിതത്തിലും കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 10 പ്രാവശ്യം മലേറിയ വരുവാനിടയായി തീർന്നു. 10 പ്രാവശ്യവും ഞങ്ങൾക്കിവിടെ ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ നിന്നൊരു 50 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ കാത്തലിക്സിന്റെ അവരുടെ മിഷൻ ബേസ് ഉണ്ട്. അവിടെ ഒരു ചെറിയ ഡോക്ടറും അവിടെ ഒരു ക്ലിനിക് സൗകര്യങ്ങളുണ്ട്. അവിടെ പോയി ഞങ്ങളെ അച്ഛന്മാരുമായിട്ട് നല്ല പരിചയമുള്ളത് കൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങളെ പറ്റി, നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളെ പറ്റി അവർക്കൊരു സ്വീകാര്യത ഉള്ളതുകൊണ്ടും അവർ പെട്ടെന്ന് ഞങ്ങളെ കടന്നു വന്ന് ഞങ്ങളെ കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരേ തുക്കിൽ താമസിക്കൊണ്ട് എനിക്ക് മലേറിയ പിടിക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ക്രിസ്റ്റോയ്ക്കും പിടിക്കും. ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാറി മാറി മലേറിയ വരും. ഞങ്ങൾ ഏതാണ്ട് ഒരു ആഴ്ചയോളമൊക്കെ ഞങ്ങള് അച്ഛന്മാരുടെ അടുത്ത് പോയി താമസിച്ച് അവരെ ഞങ്ങളെ ശുശ്രൂഷിക്കുകയും ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു വരുവാൻ ഇടയായി. അത്ര സുഖകരമല്ലാത്ത അനുഭവങ്ങളാണ് മലേറിയയുടേതൊക്കെ. തുടക്ക സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരി കൊതുകും മറ്റ് പ്രിവെന്റ് ചെയ്യാനുള്ള ഒത്തിരി സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒത്തിരി തുടരെ മാസത്തിൽ തന്നെ ഏതാണ്ട് 2-3 പ്രാവശ്യമൊക്കെ മലേറിയ വരും. ശരീരമാകം ക്ഷീണിക്കും. അങ്ങനെയൊക്കെ ഒരു അനുഭവമായിരുന്നു. എങ്കിലും കർത്താവ് അതിൽ നിന്നെല്ലാം വിടുവിച്ചു. കർത്താവ് ഞങ്ങൾക്ക് ഒരു ദൂതനെ പോലെ ഇവിടെ അച്ഛന്മാരെയൊക്കെ ഒരുക്കി ഞങ്ങളെ തക്ക സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങളെ രക്ഷിക്കുവാനൊക്കെ ഇടയായി തീർന്നു. അപ്പം അങ്ങനെയാണ് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. ഞങ്ങൾ ഓരോ ഗ്രാമങ്ങളിൽ പോയി ഫിലിം മിനിസ്ട്രി കാണിക്കുന്നു. അവർ രക്ഷയുടെ അനുഭവത്തിലോട്ട് കടന്നു വരുന്നു. ഇവിടുത്തെ സീനിയർ പാസ്റ്ററുമായി ഞങ്ങൾ ഓരോ സഭകളിൽ പോയി ഓരോ ഗ്രാമങ്ങളിൽ കടന്നുപോയി ജീസസ് ഫിലിം കാണിക്കുന്നു. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്കൂൾ ഒരു മരത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അധ്യാപകരാരും ഇല്ല. കുഞ്ഞുങ്ങൾക്ക് നല്ല സൗകര്യങ്ങളോ മറ്റോ യൂണിഫോമോ മറ്റോ ഒന്നുമില്ല. അപ്പം ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് ടീച്ചർമാർക്ക് ചെറിയ തുച്ഛമായ സാലറി കൊടുത്ത് അവരെ ഏറ്റെടുക്കാമെന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ വന്നു. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 400ഓളം കുഞ്ഞുങ്ങൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നു. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഏതാണ്ട് ഞങ്ങൾ 1,00,000 പൈസ മുടക്കിയാണ് ഓരോ ദിവസവും. കാരണം സൗത്ത് സുഡാനിൽ ഡൊമസ്റ്റിക് ആയിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു വസ്തുവില്ല. ഉപ്പ് വരെ രാജ്യത്തിന്റെ പുറത്തു നിന്നാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് ഭയങ്കര വിലക്കയറ്റമാണ്. ഇവിടുത്തെ ജനത ഭക്ഷണം കഴിക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം മാത്രമാണ് കഴിച്ച് ജീവിക്കുന്നത്. ഒരു നേരം അവര് മഴയെ ആശ്രയിച്ച് മാത്രമാണ് അവരുടെ കൃഷി. മഴക്കാലത്ത് ഇപ്പോൾ കൃഷിയുടെയൊക്കെ സമയമാണ്. അപ്പം രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവർ അധ്വാനിക്കും. അവർക്ക് എന്തോരം കൃഷി ചെയ്യാൻ പറ്റുമോ അത്രമാത്രം കൃഷി ചെയ്ത് അവർ വെച്ചാൽ മാത്രമാണ് അവർക്ക് വേനൽക്കാലത്തും പട്ടിണിയെ അതിജീവിക്കാൻ കഴിയും. അവർക്ക് ഭക്ഷണം തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വീട്ടിൽ പട്ടിണിയാണ്. പിന്നെ UN-ന്റെയും മറ്റ് ചെറിയ ചെറിയ സഹായങ്ങളാണ് അവരെ ഈ ദേശത്ത് നിലനിർത്തുന്നത്. ഈ ദേശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ പോളിഗമി 5-6 ഭാര്യമാരുള്ള ഒരു സമ്പ്രദായമാണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല ഒരു പശുവിനെ കൊടുത്താൽ മാത്രമാണ് അവർക്ക് പെണ്ണുങ്ങളെ കിട്ടത്തുള്ളൂ.
അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി കൾച്ചറിൽ ഒത്തിരി വ്യത്യാസമുള്ളൊരു ജനതയാണ് സൗത്ത് സുഡാനിലേത്. അതുകൊണ്ട് ഈ കാറ്റിൽ എല്ലാ ഭവനങ്ങളിലും അവർക്ക് പശുക്കളുണ്ട്. ഈ പശുക്കളെ കീപ്പ് ചെയ്യാനായിട്ട് അവര് മറ്റു ട്രൈബിൽ നിന്നും മറ്റും അവരെ അറ്റാക്ക് ചെയ്ത് അവരുടെ പശുക്കളെയൊക്കെ കന്നുകാലികളെയൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് എല്ലാവരുടെയും കയ്യിൽ ഗണ്ണുണ്ട്. അപ്പം പെട്ടെന്ന് അവര് ഗണ്ണ് വെച്ച് ആരൊന്നും നോക്കത്തില്ല, പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് കളയും. ഈ റീസെന്റ് തന്നെ ഏതാണ്ട് ഞാൻ വന്ന ശേഷം ഏതാണ്ട് ഞങ്ങളിപ്പോ താമസിക്കുന്ന ഒരു ഗ്രാമത്തിൽ തന്നെ ഏതാണ്ട് ഒരു 100ഓളം പേര് മരണപ്പെടുവാൻ ഇടയായി തീർന്നു. ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടായി അവര് പെട്ടെന്ന് മരണത്തിലോട്ട് തള്ളിവിടുന്ന ഒരു ജനതയാണ്. ഇപ്പോഴും കുഞ്ഞുങ്ങളൊക്കെ തോക്കും കൊണ്ടൊക്കെയാണ് കളിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ ഒരു കുഞ്ഞിനെ ബൈക്കിൽ കെട്ടി ഇവിടെ തോടിന്റെ ഈ ഭാഗത്ത് രക്തമൊലിച്ചപ്പോൾ കൊണ്ടുപോകാനായിട്ട് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ എന്താ ഭാഷ ഇങ്ങനെ കൊണ്ടുപോകുന്നു ചോദിച്ചപ്പോൾ അവര് തോക്ക് വെച്ച് കളിച്ചതാണ്. അറിയാതെ തോക്കിന്റെ ബുള്ളറ്റ് ഇവിടെ കൊണ്ട് ഇവിടെ മൊത്തം തകരുവാനിടയായി തീർന്നു. അങ്ങനെ വല്ലാത്തൊരു അനുഭവമാണ് സൗത്ത് സുഡാനിലേത്. കുഞ്ഞുങ്ങൾക്ക് പോലും എങ്ങനെ ഉപയോഗിക്കണം തോക്കിന്റെ AK-47 പോലുള്ള മാരകമായ ആയുധങ്ങൾ കൊണ്ടാണ് അവർ നടക്കുന്നത്. രാത്രി 6 മണിക്ക് ശേഷം നമുക്കും നമ്മുടെ കോമ്പൗണ്ട് വിട്ട് പുറത്തു പോകാൻ കഴിയത്തില്ല. അത്ര സെക്യൂരിറ്റി ഇഷ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പല മിഷണറിമാരെ അവർ കൊന്നിട്ടുണ്ട്. കാത്തലിക്സിലെ ഫാദറിനെയൊക്കെ അവർ അറ്റാക്ക് ചെയ്ത്, കാരണം അവർക്ക് സാമ്പത്തികമൊന്നുമില്ല. അവരുടെ ചിന്ത പുറത്തുനിന്ന് വരുന്ന മിഷണറിമാരുടെ കയ്യിലും അവരുടെയൊക്കെ കയ്യിൽ സാമ്പത്തികം ഒന്നും ഉണ്ട് എന്നുള്ളൊരു ചിന്തയാണ് അവരെ അതിലോട്ട് നയിക്കുന്നത്. കൃപയാൽ ഞങ്ങൾക്ക് ഇതുവരെയും അങ്ങനെ അനുഭവം കടന്നു വന്നിട്ടില്ല. കർത്താവ് ഞങ്ങളെ സംരക്ഷിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇവിടുത്തെ വിദ്യാഭ്യാസം വളരെ കുറവാണ്. ഏതാണ്ട് 70% വിദ്യാഭ്യാസമില്ലാത്ത കുഞ്ഞുങ്ങളാണ്. നമുക്കറിയാം, വലിയൊരു ഫാമിലി ആയതുകൊണ്ട് 12ഉം 15ഉം 20ഉം അടങ്ങുന്ന ഫാമിലിയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അവർക്ക് ഭക്ഷണത്തിനോ മറ്റ് സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമാണ്. അങ്ങനെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് കടന്നു പോകുന്നത്. ഞങ്ങൾക്കറിയാം, പലപ്പോഴും കുഞ്ഞുങ്ങള് പട്ടിണി, നല്ല ഭക്ഷണമില്ലാത്തത് കൊണ്ട്, ആരോഗ്യപരമായ നല്ല ഭക്ഷണങ്ങളില്ലാത്തതുകൊണ്ട് പലപ്പോഴും മരണത്തിന് കീഴടങ്ങുന്ന അനുഭവങ്ങൾ ഇവിടെയുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ തന്നെ ഏതാണ്ട് 70ഓളം പേര് ദാരിദ്ര്യം മുഖാന്തരം മരിക്കുവാനിടയായി തീർന്നു. വളരെ നമുക്കറിയാം, പ്രായമായ പശുമാരെ അമ്മച്ചിയൊക്കെ അവരെ ഉപേക്ഷിക്കും. അപ്പൊ അവരൊക്കെ അവരെ നോക്കിയിട്ട് നിർത്താനൊക്കെയോ ആരുമില്ല. ഇവിടുത്തെ കൾച്ചർ എന്ന് പറയുന്നത് പ്രായം കഴിയുമ്പോൾ അവരെ ആരും നോക്കാനില്ലാത്ത എന്നുള്ള ഒരു റീസൺ പറഞ്ഞാണ് അവര് 5ഉം 6ഉം വൈഫ് കല്യാണം കഴിക്കുന്നത്. പക്ഷേ അവരും സമയമാകുമ്പോൾ അവരെ ഉപേക്ഷിക്കും. അവര് പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു അനുഭവമാണ് സൗത്ത് സുഡാനിലേത്. മാത്രമല്ല, കുഞ്ഞുങ്ങളാണെങ്കിലും ഒത്തിരി പ്രായമായവരാണ് കൂടുതലും. അവരുടെ കയ്യിൽ കാറ്റിൽസ്, പശുക്കൾ ഉള്ളത് കൊണ്ട് അവർ കൂടുതലും 15ഉം 16ഉം 18ഉം വയസ്സുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കും. ഒരു ഭോഗ വസ്തുവെ പോലെയാണ് ഇവിടുത്തെ സ്ത്രീകൾ ഇത്രമാത്രം അടിച്ചമർത്തപ്പെടുന്ന വേറൊരു രാജ്യം എനിക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത്രമാത്രം അവരുടെ ഇഷ്ടങ്ങൾക്കോ അവരുടേതായ ഇഷ്ടങ്ങളൊന്നും പുറത്തു പറയുവാനോ ഒരു ഒരു ഉൽപ്പന്നം പോലെ വിൽക്കുവാനിടയായിത്തീരും. ഒരാള് ഒരു 100 പശുവിനെ കൊണ്ട് വരുവാണെങ്കിൽ അദ്ദേഹത്തിന് വിൽക്കും. അവരുടെ ഇഷ്ടങ്ങൾക്കൊന്നും അവിടെ പ്രാധാന്യമില്ല. അവര് പ്രായം നോക്കത്തില്ല, അവരുടെ മറ്റൊന്നും നോക്കത്തില്ല. പശുവാണ് ഇവർക്ക് മെയിൻ കാര്യം. പശു കൊടുത്തു കഴിഞ്ഞാൽ അവർ പെൺകുട്ടികളെ തരും. അപ്പം 200ഉം 250ഉം 300ഉം പശുക്കളെ കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഈ യവനക്കാരായ പിള്ളേര് മോഷ്ടിക്കാൻ ഇറങ്ങും. അവര് പോയി അറ്റാക്ക് ചെയ്യും ആൾക്കാരെ. അങ്ങനെ അങ്ങനെ വല്ലാത്തൊരു അന്തരീക്ഷമാണ് സൗത്ത് സുഡാനിലുള്ളത്. അവർക്ക് നല്ലൊരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യമില്ല. അവർക്ക് കൂടുതലും അവര് ലാൻഡ് നല്ല ഫെർട്ടിലൈസ് ആണെങ്കിലും അവര് മടിയന്മാരാണ്. ആണുങ്ങളാണ് ഒരു പണിയും ചെയ്യത്തില്ല. പെണ്ണുങ്ങളെ കൊണ്ടാണ് സകല പണിയും ചെയ്യിക്കുന്നത്. അവരുടെ കൾച്ചർ അനുസരിച്ച് ആണുങ്ങള് ഒന്നും ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കുവാനോ മറ്റ് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുവാനോ മറ്റു കാര്യങ്ങളൊന്നും അവരുടെ കൾച്ചറിൽ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ആണുങ്ങൾ മടിയന്മാരാണ്. സ്ത്രീകൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ മാത്രം കഴിക്കും, ഇല്ലേ അങ്ങനെ പട്ടിണിയോടെ കിടക്കും. പിന്നെ കാറ്റിൽ ക്യാമ്പിലൊക്കെ അവരുടെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് പാലാണ്. പാല് കുടിച്ച് മാത്രമാണ് ഒരായുസ് മുഴുവൻ പാല് കുടിച്ച് കഴിയുന്ന ഒരു ജനതയാണ് സൗത്ത് സുഡാനിലേത്. അങ്ങനെ വിചിത്രമായ ചില അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഇടയിലുണ്ട്.
മാത്രമല്ല ഈ പ്രിസർവേഷനും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ ഈ പശുവിന്റെ മൂത്രം ചേർത്താണ് കുടിക്കുന്നത്. അപ്പം പശുവിന്റെ മൂത്രം കൂടി ചേരുമ്പോൾ വല്ലാത്തൊരു ഗന്ധവും സുഗന്ധവും ഒക്കെയാണ്. പക്ഷെ അവർക്കത് ഭയങ്കര ഇഷ്ടവും, പിള്ളേർക്കൊക്കെ ഈ പാലൊക്കെ തിളപ്പിക്കാതെ ഈ പശു മൂത്രം ഒഴിച്ച പാലൊക്കെയാണ് കുടിപ്പിക്കാൻ കൊടുക്കുന്നത്. എങ്കിലും അവര് പല രോഗങ്ങൾക്ക് അടിമകളാകുന്നു. പലപ്പോഴും കുഞ്ഞുങ്ങളും പ്രീമച്ചുവറായി മരിക്കുന്നു. ആശുപത്രി സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ ഭവനങ്ങളിലാണ് കുഞ്ഞുങ്ങളെ പെറുവാനിടയായി തീർന്നത്. ഒരു രാത്രിയിൽ ഒരു ദേവദാസൻ, ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ദേവദാസൻ കടന്നു വരികയും ഇവിടെ എന്നെ ഒരു ഭവനത്തിൽ വിളിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പോകണം ക്രിസ്തു, പെട്ടെന്ന് വാ നമുക്ക് പോകാമെന്നിടയായി തീർന്നു. ഞാൻ പോകുമ്പോൾ അലറി കരയുന്ന ഒരു മാതാവിനെയാണ് കണ്ടത്. തനിക്ക് 2 കുഞ്ഞുങ്ങൾ, ഇരട്ട പിള്ളേർ ജനിച്ചു. ഒരു കുഞ്ഞ് മരിച്ചു, ഒരു കുഞ്ഞ് മരണത്തോട് മല്ലടിക്കുന്നു. നമുക്കറിയാം 6 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ശരീരഘടന നമുക്ക് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ കണ്ണിന് നേരിട്ട് കാണുന്നത് നമ്മുടെ കൈപ്പത്തിക്കുള്ളിൽ 2 കൈപ്പത്തിക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു കുഞ്ഞ് മരണത്തോട് മല്ലടിച്ച് ഊർത്തശ്വാസം വലിക്കുന്ന ഒരു അനുഭവം കാണുവാനിടയെ തുറന്നു. ആ തുക്കിലിന്റെ അകത്തുനിന്ന് ഞാൻ ഇറങ്ങി. എനിക്ക് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞില്ല. ഞാൻ ഇറങ്ങി ഓടുവാനിടയെ തുറന്നു. അത്രമാത്രം ഹൃദയഭേദകമായ പല കാഴ്ചകൾ കാണേണ്ടി ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങളിവിടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു നായ്ക്കുട്ടിയെ മേടിച്ചു. ഇപ്പം നായ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഞാൻ ഉറച്ചും പാത്തൊക്കെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. കാര്യം ഞാനിങ്ങനെ ഒരു ദിവസം ഭക്ഷണം നമുക്കറിയാം, ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ കഴിച്ച അവസാനത്തെ വേസ്റ്റുകളും മറ്റു സാധനങ്ങളൊക്കെ ഇട്ടാണല്ലോ നമ്മൾ സാധാരണ പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പം ഞാൻ അതെല്ലാം കുഴച്ച് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരു പൈതൽ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് അത് തട്ടിപ്പറിച്ചിട്ട്, ഈ ഭക്ഷണം എനിക്കിതാ, ഒരു പട്ടിയെ പോലെ കരുതി എനിക്ക് തന്നാൽ മതി. കാരണം അത്രമാത്രം പട്ടിണി സഹിക്കുന്ന വിശന്ന ബാല്യങ്ങളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ മഴ സമയത്ത് ഇവിടെ ഈ പനയുണ്ട്, നാട്ടിൽ നമ്മൾ കാണുന്ന ഈ പന, ഈ നൊങ്കെന്ന് പറയും. ആ നൊങ്ക് പനയിൽ നിന്ന് ഒത്തിരി കായ്കൾ ഉണ്ടാകും. കായ്കൾ പഴുത്ത് വീഴും. നമുക്കറിയാം, ഇവിടെ ഇറങ്ങി പുറത്തോട്ട് നോക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും കയ്യിലൊരു വായില് ഈ പഴം കാണും. അപ്പം ഒരു ചെറിയ മധുരം ഉള്ളതുകൊണ്ട് അത് കഴിച്ച് അതാണ് അവരുടെ മെയിൻ ഭക്ഷണം. കുഞ്ഞുങ്ങളെ നമുക്കറിയാം, കുഞ്ഞുങ്ങളെ അവരങ്ങനെ ടേക്ക് കെയർ ചെയ്യത്തില്ല, അങ്ങനെ ഉപേക്ഷിക്കും, കുളിക്കത്തില്ല, നല്ല ഹൈജീൻ ഇല്ല. അങ്ങനെയുള്ള ഒത്തിരി തെരുവിൽ ഒത്തിരി എറിയപ്പെട്ട ഒത്തിരി ബാല്യങ്ങൾ നമുക്ക് ചുറ്റും കാണുവാൻ കഴിയും. അങ്ങനെ ഒരു അന്തരീക്ഷമാണ് സൗത്ത് സുഡാനിലുള്ളത്. പ്രത്യേകം പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഓരോ ഗ്രാമങ്ങളിൽ പോയി ഇങ്ങനെ അവർക്ക് വേണ്ട അവയർനെസ്സും ഒരു ദിവസം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് ജീസസ് ഫിലിം കാണിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനേക രോഗികളെ അവരുടെ അടുക്കൽ കൊണ്ടുവരികയും. നമുക്കറിയാം, ഒരു പൊട്ടലുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എക്സ്റേ എടുക്കണമെങ്കിൽ നമുക്ക് 500 കിലോമീറ്റർ യാത്ര ചെയ്യണം. അതുകൊണ്ട് നല്ല ക്ലിനിക്ക് സൗകര്യങ്ങളൊന്നും അവർക്കില്ല. പലപ്പോഴും ഒടിഞ്ഞ കൈയോടെ ആ അവസ്ഥയിൽ തന്നെ തുടരേണ്ടതായ ഒരു സാഹചര്യമാണ് ഇവിടെ സൗത്ത് സുഡാനിലുള്ളത്. പല കുഞ്ഞുങ്ങളും കൈ ഒടിഞ്ഞവരും രോഗികളൊക്കെ ആയിട്ടുള്ളവർ ഞങ്ങളുടെ അടുക്കൽ കടന്നു വരും. കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് കടന്നു വരികയും, ഒരു കുഞ്ഞു പൈതൽ ഞാൻ കയ്യിൽ പൊട്ടലായി, നമുക്കറിയാം, നീര് വെച്ച് വേദനയിൽ അസഹനീയമായി കരയുകയാണ്. അവരുടെ മാതാപിതാക്കൾക്ക് നിവൃത്തിയില്ല. ആശുപത്രിയിൽ കാണിക്കാനോ മറ്റ് തിരുമുകാരുടെ അടുത്ത് കൊണ്ടുപോകാനോ ഒന്നും അവർക്ക് നിവൃത്തിയില്ല. അപ്പം എനിക്ക് കണ്ടിട്ട് വളരെ വിഷമമുണ്ടായി. ഞാൻ ആ കുഞ്ഞിനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരികയും ആ കുഞ്ഞിന്റെ കയ്യിൽ എണ്ണ വെച്ച് പൂശുകയും ഞാൻ പ്രാർത്ഥിക്കാനിടയായിരുന്നു, കർത്താവേ ഒരു സൗഖ്യം കൊടുക്കണമേ. ആ കുഞ്ഞിന്റെ കരച്ചിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബാൻഡേജ് ചുറ്റി ദിവസവും ഞാനിങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ തിരുമോനിടയെ തുറന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരാഴ്ചക്ക് ശേഷം ആ കൊച്ചിന്റെ കൈ നേരെ അവനിടയെ തുറന്നു. അതിനുശേഷം എല്ലാവരും എന്നെ ഡോക്ടർ എന്ന് വിളിക്കാൻ തുടങ്ങി. എൻ്റെ ഈ സ്തുതി നാട് മൊത്തം പരക്കുവാനിടയായി തീർന്നു. അത് ഞങ്ങള് രോഗികളായിട്ട് ആരെങ്കിലും കൈയൊടിഞ്ഞോ കാലൊടിഞ്ഞോ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ എല്ലാം ഞങ്ങളുടെ അടുത്ത് കടന്നു വരും. ഇതുപോലെ ഞാൻ പ്രാർത്ഥിക്കും, എണ്ണ വെച്ച് പൂശി ബാൻഡേജ് ചുറ്റിവിടും. ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെ കർത്താവ് നടത്തുവാനിടയായി തീർന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്രിസ്റ്റോയ്ക്കും അങ്ങനെ ഒരു അനുഭവം കടന്നു വരേണ്ടതായി തീർന്നു. ഞങ്ങൾക്ക് ഈ തുക്കിലിന്റെ പ്രത്യേകത, പകല് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നല്ല തണുത്ത അന്തരീക്ഷമാണ്. പക്ഷേ രാത്രിയാവുമ്പോൾ ഈ മൺകട്ട മൊത്തം ചൂട് ഒബ്സർവ് ചെയ്തിട്ട് അത് പുറന്തള്ളും. അപ്പോൾ രാത്രി തുക്കിൽ കിടന്നുറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഒരു അർദ്ധരാത്രി ഞങ്ങൾ ആ സമയം പുറത്താണ് കിടന്നുറങ്ങുന്നത്. ഞങ്ങൾക്ക് പുറത്ത് ഫെൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ
ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഒരുമിച്ച് വന്ന ഒരു കൂട്ടമായിട്ട് കിടന്നുറങ്ങും. കാരണം രാത്രിയിൽ ഹൈനയുടെയും മറ്റ് ശല്യമുള്ളത് കൊണ്ട് ജനങ്ങൾ ഒരുമിച്ചാണ് കിടക്കാറ്. മാത്രമല്ല അത് കാവലിന് വേണ്ടി പട്ടികളും ഞങ്ങളുടെ കൂടെ കാണും. അപ്പൊ പട്ടി രാത്രി മൊത്തം ഈ ഹൈനയുടെ സൗണ്ട് കേട്ടിട്ടും മറ്റും കേൾക്കുമ്പോൾ ഒത്തിരി ശബ്ദമുണ്ടാക്കും. ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയാത്ത വണ്ണം അസഹനീയമായ സൗണ്ടുകൾ ഉണ്ടാക്കുന്നത് കൊണ്ട് രാത്രി ഞങ്ങൾ പട്ടിയെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു ഒരു ചെറിയ തട്ട് പോലെ ഞങ്ങൾ അടിച്ചിട്ടുണ്ട്. പുറത്ത് നിലത്ത് കിടക്കണ്ട, കാരണം തേളും മറ്റ് വന്യമൃഗങ്ങളും പാമ്പൊക്കെ ഉള്ളതുകൊണ്ട് തറയെ കിടക്കുന്നത് അത്ര സേഫ് അല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുളയും കൊണ്ട് ഒരു തട്ടടിച്ചിട്ട് അതിന്റെ മേളിലാണ് ഞാനും ക്രിസ്റ്റോയും കിടക്കുന്നത്. അപ്പം ഞങ്ങളുടെ താഴെ മറ്റു പിള്ളേർ കിടക്കുന്നുണ്ട്. അപ്പം പട്ടിയെ അടിക്കാൻ വേണ്ടി ഒരു വടിയും സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്താണ് ക്രിസ്റ്റോ പെട്ടെന്ന് ഈ താഴെ കിടന്ന പയ്യൻ പട്ടി കരയുകയും പെട്ടെന്ന് പട്ടിയെ ഓടിക്കുകയും ഇടയെത്തുന്നു. അപ്പം ആ പട്ടിയെ അടിച്ച ശബ്ദത്തിൽ പെട്ടെന്ന് ഉണരുവാൻ ഇടയെത്തുന്നു. പെട്ടെന്ന് ഭയത്തോടെ എഴുന്നേറ്റ് താൻ കിടന്ന ആ തോള് പെട്ടെന്ന് തന്റെ കൈ ഡിസ്ലൊക്കേറ്റഡ് ആകുവാൻ ഇടയായിത്തീർന്നു. അടുത്ത രാത്രിയിൽ ഏതാണ്ട് 3 മണി സമയം നാട്ടില് ആരും ഉണർന്നിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നല്ല നെറ്റ്വർക്ക് ഇല്ല. എവിടെ വിളിക്കണം, ആരെ ബന്ധപ്പെടണം, ഒരു സൗകര്യമില്ല. ഞങ്ങൾക്ക് അത് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അവിടെ നിന്ന് ഏതാണ്ട് 500 കിലോമീറ്റർ യാത്ര ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ആശുപത്രിയിൽ എത്തിച്ചേരാൻ കഴിയൂ. പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ മനസ്സിൽ പെട്ടെന്ന് യൂട്യൂബിൽ ഈ ഷോർട്ട് വീഡിയോസ്, എനിക്കറിയാം രാത്രി ഞാൻ ഉറക്കത്തിൽ ഇരുന്ന് ഞാൻ എന്ത് ചെയ്യേണ്ടത് എനിക്കറിയുന്നില്ല. കാരണം ക്രിസ്റ്റോ വളരെ വേദനയോടെ കരയുകയാണ്. മറുഭാഗത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിഷ്കളങ്കനായിരിക്കുന്നു. പെട്ടെന്ന് ഇങ്ങനെ എന്റെ മനസ്സിൽ കടന്നു വന്നു, പെട്ടെന്ന് ഷോർട്ട് വീഡിയോ നോക്കുക. പെട്ടെന്ന് ഇങ്ങനെ കറങ്ങി നെറ്റ്വർക്ക് ഇങ്ങനെ കറങ്ങി ചെറിയ ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് താഴെയുള്ള ഒരു ചെറിയ വീഡിയോ വന്നു. അവരുടെ അകത്ത് ആ വീഡിയോയിൽ ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കൈ അതിൻ്റെ അവിടെ ചേർത്ത് വെച്ചിട്ട് ഒറ്റ പൊക്കുന്നു. ഞാൻ പെട്ടെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ക്രിസ്റ്റോയുടെ തോളിൽ കൈവച്ച് ഞാനിങ്ങനെ അവർ ചെയ്ത് കാണിച്ച അതേപടി ചെയ്യുവാനിടയിൽ തോന്നുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ ഡിസ്ലൊക്കേഷൻ മാറുവാൻ തക്ക സമയത്ത് അത് ഇടുവാനിടയായി തോന്നുന്നു. അങ്ങനെ ഒരു അനുഭവങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്കറിയാം ആ സമയത്തിൽ വേറെ ആരും ഞങ്ങളെ സഹായിപ്പാനില്ല. കർത്താവ് തന്നെ ഞങ്ങൾക്കെല്ലാം പഠിപ്പിക്കുകയും അതിനുവേണ്ടി ഞങ്ങളെ ട്രെയിൻ ചെയ്യുവാനൊക്കെ കർത്താവ് ഇടയാക്കി. അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവരുടെ വിശ്വാസം കണ്ടിട്ട് അനേകർക്ക് സൗഖ്യം കാണുവാനൊക്കെ ഇടയായി തീർന്നു. നമ്മുടെ ആഫ്രിക്കയിലെ പ്രത്യേകത, നമ്മൾ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ അവർ അന്ധമായി കർത്താവിനെ വിശ്വസിക്കും. കർത്താവ് പൂർണ്ണമായി സൗഖ്യം തരുമെന്ന് പറയുമ്പോൾ അവര് അത് പൂർണ്ണമായി വിശ്വസിക്കും. നമുക്കറിയാം കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വന്നവരും നിനക്ക് വിശ്വാസമുണ്ടോ, നിനക്ക് മനസ്സുണ്ടോ ശുദ്ധമാകാൻ എന്ന് പറഞ്ഞ കർത്താവ് ചോദിക്കുവാനിടയായി തന്നതുപോലെ തന്നെ അവരോട് ഞങ്ങൾ പറയുമ്പോൾ അവർ പൂർണ്ണമായി വിശ്വസിക്കുകയും അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ ഇടയായി തീർന്നു. ഞങ്ങളിങ്ങനെ പുറത്ത് ഞങ്ങളുടെ കൂടിവരവിനോട് ചേർന്ന്, ഞങ്ങളുടെ ഭവനത്തോട് ചേർന്ന് ചില പ്രാർത്ഥനാ കൂടിവരവുകളൊക്കെ കൂടിവരുവാനിടയായി തീർന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പാട്ട് പാടും. അപ്പം ഈ ശബ്ദം കേട്ട് ആളുകളൊക്കെ ഞങ്ങൾ ചുറ്റും വന്നിരിക്കും, ഇങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ദിവസം ഒരു സഹോദരി രോഗബാധിതയായി കടന്നു വന്ന് തനിക്ക് നടക്കാൻ കഴിയാതെ കടന്നു വന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഇരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് തനിക്ക് ഭൂതം ഇടയായി തീർന്നു. അന്ന് രാത്രികാലം ഞങ്ങൾക്ക് ഒത്തിരി പോരാട്ടം പ്രതികൂലം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം ഒരു ദിവസം ഫാസ്റ്റിംഗ് പ്രയർ എടുത്തിട്ട് ഞങ്ങൾ ആ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിരുന്നു. അത്ഭുതം അറിയട്ടെ, ഏതാണ്ട് ഒരു 30ഓളം പേർക്ക് ആ രാത്രി ഭൂതം ഇടയായി തീർന്നു. ഞങ്ങളുടെ ചുറ്റും കാണുന്നത് ഞാനും ക്രിസ്റ്റോയും അന്യഭാഷയിൽ ഇങ്ങനെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ചുറ്റും ഞങ്ങളെ ചുറ്റും വലയം വെക്കുകയാണ്. ചിലർ ഉരുളുന്നു, ചിലർ സ്പ്രിങ് പോലെ തെറിക്കുന്നു. വലിയ അത്ഭുത വീര പ്രവർത്തനം രാത്രിക്കാലം സംഭവിക്കാനിടയായി തീർന്നു. അത് അനേകർക്ക് ഒരു വലിയ സാക്ഷ്യമായി തീർന്നു. അപ്പം അനേകർ പ്രാർത്ഥിക്കാൻ കടന്നു. ഇപ്പോഴും തേളി കടിച്ചവരും മറ്റും സമയഭേദമന്യേ അർദ്ധരാത്രിയിലൊക്കെ പ്രാർത്ഥിപ്പാനൊക്കെ ഞങ്ങളുടെ റൂമിൽ കടന്നു വന്ന് ഞങ്ങൾ ഇപ്പോഴും മുട്ടാറുണ്ട്. അങ്ങനെ ദൈവം അവരുടെ ഹൃദയങ്ങളിലോട്ട് തൊടുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദേശത്ത് ചെയ്തെടുക്കുന്നു. ആ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഏതാണ്ട് 2000-ലധികം പേരെ സുവിശേഷം എത്തിപ്പാൻ കർത്താവ് സഹായിച്ചു. 350-ൽ പരം പേരെ കർത്താവിന്റെ നാമത്തിൽ ജലസ്നാനം കൊടുക്കുവാനൊക്കെ കർത്താവ് സഹായിച്ചു. അങ്ങനെ ദൈവത്തിന്റെ നാമം അതിശക്തിയോടെ ഈ ദേശത്ത് ബലപ്പെട്ടു വരുന്നു. നിങ്ങളുടെ എവരുടെയും പ്രാർത്ഥനയാണ്. മറ്റ് പ്രോജക്റ്റുകൾ ഞങ്ങൾ ചെയ്യുന്നു. വെള്ളത്തിന് വളരെ പരിമിതി ഉള്ളത് കൊണ്ട്
നമുക്കറിയാം ബോർവെൽ ഇടണമെങ്കിൽ ഏതാണ്ട് നാട്ടിലെ 10 ലക്ഷം രൂപയുടെ ചെലവുണ്ട്. അത്രമാത്രം ഹ്യൂജ് എമൗണ്ട് നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞങ്ങളിവിടെ മറ്റ് ഉഗാണ്ടയിൽ നിന്നും മറ്റും സ്കിൽഡ് ലേബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് കിണർ കുടിച്ചു. കിണറിന്റെ പ്രത്യേകത ഒരു ഒരു 1 മീറ്റർ മാത്രമാണ് വ്യാസം. അത് ചെറിയൊരു മെറ്റൽ കൊണ്ട് അവർ ഏതാണ്ട് 2-3 മാസം എടുത്ത് 10, 12, 15 മീറ്ററോളം കിണർ കുഴിച്ച് അതാണ് ഉപയോഗിക്കുന്നത്. അത് ചില കമ്മ്യൂണിറ്റികളിൽ, നമ്മുടെ ചർച്ചുകൾ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ കടന്നുപോയി അവിടെ ആവശ്യം മനസ്സിലാക്കി അവിടെ കിണർ കുഴിപ്പാനും അവർക്ക് വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുവാനൊക്കെ കർത്താവ് സഹായിച്ചു. അങ്ങനെ പ്രോജക്റ്റുകളൊക്കെ ചെയ്തു വരുന്നു. ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ കിണറിൻ്റെതായ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ഈ വർഷം വേറെ 2 സ്ഥലത്ത് സ്കൂളുകൾ തുറക്കുവാൻ കർത്താവ് സഹായിച്ചു. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാനിടയായി തീർന്നു. ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മരത്തിന്റെ കീഴിലാണ് ഇരിക്കുന്നത്. മഴ പെയ്തു കഴിഞ്ഞാൽ അവർക്ക് സ്കൂളില്ല, അവർക്ക് പെൻസിലില്ല, ബുക്കില്ല. ബുക്കായിട്ട് അവർ ഉപയോഗിക്കുന്ന തറ, പണ്ടൊക്കെ നമുക്കറിയാം തറയിലെ മണലിൽ എഴുതിയാണ് അവർ പഠിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇവിടെയും തറയിലിരുത്തിയാണ് അവരെ പഠിക്കുന്നത്. അവർക്ക് ബെഞ്ചില്ല. അപ്പം അങ്ങനേതായ പരിമിതമായ സാഹചര്യങ്ങളാണ് സൗത്ത് സുഡാനിലുള്ളത്. അവർ കുഞ്ഞുങ്ങൾ പേന എങ്ങനെ പിടിക്കണമെന്ന് അറിയത്തില്ല, ബുക്ക് കണ്ടിട്ടില്ല. അപ്പൊ അവർക്കൊക്കെ നമ്മളാലാവുന്ന വിധം അവർക്ക് സഹായങ്ങളെ കൊടുക്കുന്നു. ദൈവം ആ നിലകളിലും കർത്താവ് കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യുവാൻ കർത്താവ് സാഹചര്യങ്ങളെ ഒരുക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല അനേകരുടെ പ്രാർത്ഥന, എനിക്കറിയാം ക്രിസ്റ്റോയുടെ ആ ടെസ്റ്റ് മണിക്ക് ശേഷം അനേകർ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും അനേകർ ഈ മിഷൻ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങൽ ചെയ്യുവാൻ ഇടയായി തീർന്നു. അതിന്റെയൊക്കെ ഫലമായി തുടർന്ന് ഞങ്ങൾ ചിന്തിച്ചു, കൂടെ കൂടെ ഞങ്ങൾക്ക് മലേറിയയും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു നല്ല താമസ സൗകര്യം ആവശ്യമാണ്. കാരണം തുക്കിൽ കിടക്കുമ്പോഴാണ് ഞങ്ങൾക്ക് എപ്പോഴും കൊതുകാണ് മെയിനായിട്ട് ഈ മലേറിയ പരത്തുന്നത്. അതുകൊണ്ട് കൊതുകിനെ പ്രിവെന്റ് ചെയ്യണം. മാത്രമല്ല നമുക്ക് അവരുടെ ഇമ്മ്യൂണിറ്റി വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അവർ അതിനു വേണ്ടി ഇൻബോൺ ഇമ്മ്യൂണിറ്റിയൊക്കെ വളർത്തിയെടുത്തവരാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കടന്നു വരുന്നത് കൊണ്ട് കൂടെ കൂടെ മലേറിയ വരുന്നത് കൊണ്ട് ഞങ്ങൾ ഒരു ഭവനം പണിയണമെന്ന് ആഗ്രഹിച്ചു. നാട്ടിലെ അതേ സെറ്റപ്പിൽ ഒരു ഭവനം പണിതു. ഞങ്ങൾ ഏതാണ്ട് 1 ബെഡ്റൂം വെച്ച് പണിയാന്ന് ആദ്യം പ്രാർത്ഥിച്ചു. ഇങ്ങനെ തുടങ്ങി. പിന്നെ അത് 2ആയി, 3ആയി. ഇപ്പൊ 4 ബെഡ്റൂമും ഒരു ഹാളും, ഒരു ലിവിങ് ഹാളും, ഒരു കിച്ചണും, ഒരു ബാത്റൂമും കൂടെ ഒരു മനോഹരമായ ഭവനം ഈ ദേശത്ത് പണിയുവാനിടയായി. ഏതാണ്ട് ഒത്തിരി പൈസ മുടക്കിയാണ് ഈ ഒരു ചെറിയ ഭവനം പണിതെങ്കിലും അതിന്റെ പിന്നിൽ ഒത്തിരി പേരുടെ പ്രാർത്ഥനയും ഒത്തിരി പേരുടെ സഹായം ഞങ്ങൾക്കുണ്ടാകുവാൻ ഇടയായി തീർന്നു. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും സൗത്ത് സുഡാനിൽ വന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. കാര്യം പണ്ടൊക്കെ ഒത്തിരി പേര് കടന്നു വന്ന് ആഗ്രഹിച്ചെങ്കിലും അവർക്ക് വന്നു നിൽക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ബാത്റൂം സൗകര്യമോ മറ്റ് കിടക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ദൈവം സഹായിച്ച് അതിനുള്ള വഴികളൊക്കെ കർത്താവ് തുറന്നു തന്നു. നല്ലൊരു ബാത്റൂമും നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ കർത്താവ് നമ്മൾക്ക് നൽകി തന്നു. നെറ്റ്വർക്കിൻ്റെതായ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞങ്ങളൊരു നെറ്റ്വർക്കൊക്കെ സ്റ്റാർലിങ്ക് ഒക്കെ മേടിക്കുവാൻ കർത്താവ് സഹായിച്ചു. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷനൊക്കെ ഒത്തിരി അല്ലെങ്കിൽ ഇപ്പോഴും ഒത്തിരി ബുദ്ധിമുട്ടാണ്. ചില ഗ്രാമങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് നെറ്റ്വർക്കിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മറ്റ് മിഷൻ ഗ്രാമങ്ങളിലേക്ക് മിഷൻ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഞങ്ങൾ ഭവനത്തിലും ഞങ്ങൾ ഭാഷകളോടൊക്കെ പറയും ഞങ്ങളിങ്ങനെ 2-3 ദിവസം വിട്ടു നിൽക്കും, ഞങ്ങൾക്ക് നെറ്റ്വർക്ക് കിട്ടത്തില്ല. അപ്പം ഞങ്ങൾ പോയി അവിടെ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു. ഒത്തിരി കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. വന്ന സമയത്തൊക്കെ ഭക്ഷണത്തിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാര്യം പച്ചരിയാണ് ഇവിടെ കൂടുതലും ലഭ്യമാകുന്നത്. പച്ചമരി നമുക്കറിയാം ഒരു തള തളച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കുഴയുവാനിടയായി തീരും. ആ സമയത്ത് നമുക്ക് ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് കുഴഞ്ഞ് പിന്നെ കേക്ക് കഷ്ണം പോലെ ആകും. പലപ്പോഴും കേക്ക് പോലെ വെട്ടി കഴിച്ച അനുഭവങ്ങളൊക്കെ ഞങ്ങളുടെ മുമ്പിലുണ്ട്. നമുക്ക് നമ്മുടേതായ ഭക്ഷണത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഭക്ഷണമാണ് ഇവരുടെ ഭക്ഷണ രീതികൾ. ഉപ്പും മസാലയോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. കാര്യം ഉപ്പ് വാങ്ങാൻ പോലും അവർക്ക് നിവൃത്തിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഉപ്പ് മേടിക്കാൻ പോലും നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇവരുടേതായ ചില ഇലക്കറികളുണ്ട്. അതൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് അതിലിട്ട് അത് കഴിക്കുന്ന ഒരു ജനതയാണ്. പിന്നെ കൃഷിയെ ആശ്രയിക്കുമ്പോൾ അവർ വ്യത്യസ്തമായ കൃഷികൾ ചെയ്യും. ചോളവും നമ്മുടെ നാട്ടിലെ പഞ്ഞിപ്പുല്ലും അങ്ങനത്തെ കൃഷിയൊക്കെ ചെയ്തുകൊണ്ട് അത് അവരുടെ ഉപജീവന മാർഗമാണ്. അതുകൊണ്ട് അത്തരം വളരെ ഒത്തിരി ബാക്ക്വേർഡായ നമ്മുടെ ഇന്ത്യ ഒരു
100 വർഷത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഇപ്പോൾ സൗത്ത് സുഡാൻ. നമുക്കറിയാം ഒത്തിരി മിഷണറിമാരുടെ പ്രവർത്തനമാണ് നമ്മുടെ ഇന്ത്യയെ ഇത്രത്തോളം മാറ്റിയെടുത്തത്. എന്ന് പറഞ്ഞതുപോലെ മിഷൻ പ്രവർത്തനത്തിന് വലിയൊരു നീഡ് ഇന്ന് സൗത്ത് സുഡാനിലുണ്ട്. ഇന്നും 6 മാസം വെള്ളം കയറുമ്പോൾ മറ്റ് കരയുമായി ഒത്തിരി ബന്ധം നഷ്ടപ്പെട്ട് ആർക്കും കടന്നു പോകാൻ കഴിയാത്ത ഒരു ഒത്തിരി ഗ്രാമങ്ങൾ ഇന്നും സൗത്ത് സുഡാനിലുണ്ട്. സൗത്ത് സുഡാന്റെ പ്രത്യേകത ലാൻഡ് വളരെ ഫ്ലാറ്റ് ലാൻഡ് ആയതുകൊണ്ട് പെട്ടെന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കയറും, വെള്ളപ്പൊക്കം ഉണ്ടാകും. അതുകൊണ്ടാണ് കൂടുതലും മുട്ട കൊതുകിട്ട് പെരുകുന്നത് കൊണ്ട് ഒത്തിരി ഡിസീസ്, ഒത്തിരി രോഗം കൊടുക്കുന്നത് ടൈഫോയിഡും മലേറിയയും ഡയറിയയും അങ്ങനെ ഒത്തിരി രോഗങ്ങൾ കുഞ്ഞുങ്ങളെ പിടിപെടും. മാത്രമല്ല ഈ ചെറിയ മുറിവുകൾ ഉണ്ടായിട്ട് അത് പഴുത്ത് വ്രണം വയ്ക്കും. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. നല്ലൊരു ഡിസ്പെൻസറിയോ നല്ലൊരു ക്ലിനിക്കോ അവിടെ ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ സൗത്ത് സുഡാനിലുണ്ട്. എങ്കിലും കർത്താവ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന മരുന്നൊക്കെ പലപ്പോഴും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല. ഇവിടെ കാണുന്ന കുഞ്ഞുങ്ങൾക്കും അവിടത്തുള്ള പ്രായമായ മാതാപിതാക്കൾക്കും പലപ്പോഴും ഞങ്ങൾ മരുന്നുകൾ കൊടുക്കും, അവരുടെ മുറിവുകളെ കെട്ടി. അങ്ങനെ കർത്താവ് ഞങ്ങളാൽ ആകുന്ന വിധം ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ എന്നോട് കൂടെ മണക്കാലിൽ പഠിച്ച ജോയൽ എന്ന ദേവദാസനും തമിഴ്നാട്ടിൽ ശുശ്രൂഷിക്കുന്ന തൻ കുടുംബമായിരിക്കുന്ന ആമോസ് ബ്രദറും ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ 3 പേരും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും സമയത്തിൻ്റെതായ പരിമിതികളെ ഞാൻ മനസ്സിലാക്കുന്നു. ഒരു ചെറിയ അനുഭവ സാക്ഷ്യമാണ് സൗത്ത് സുഡാനിൽ നിന്നും ഞാൻ പറയുവാനിടയെ തീർന്നത്. ക്രിസ്റ്റോ ഇപ്പൊ നാട്ടിൽ വന്നു. തന്റെ അതെ തനിക്ക് കുഞ്ഞുണ്ടായി. അത് മുഖാന്തരം ഇപ്പോൾ ഫാമിലി ആയിട്ട് കടന്നു വന്ന് നിൽക്കാനുള്ള ഒരു സൗകര്യം സൗത്ത് സുഡാനിലില്ല. കാര്യം നമുക്ക് ഹോസ്പിറ്റൽ സൗകര്യങ്ങളോ മറ്റും ഒന്നും ഇല്ലാത്തത് കൊണ്ട്. ഹോസ്പിറ്റൽ 500 കിലോമീറ്റർ ദൂരെയാണെന്നാ പറഞ്ഞത്. അതെ, നല്ലൊരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നമുക്ക് 500 കിലോമീറ്റർ. എക്സ്റേ ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് സുഡാനിൽ ജൂബയിൽ തന്നെ കടന്നു പോകണം. അല്ലാതെ ചെറിയ ചെറിയ ക്ലിനിക്ക് ഉണ്ട്. നമുക്ക് മലേറിയക്കൊക്കെ അവർ ഇഞ്ചക്ഷൻ ചെയ്യും, മരുന്ന് തരും. അല്ലാതെ എക്സ്റേ സൗകര്യങ്ങളോ മറ്റോ ഓപ്പറേഷനോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇവിടെ നമുക്ക് അടുത്തില്ല. ശരി. അവിടുത്തെ മിഷണറിമാരുടെ പ്രസൻസ് നമ്മളെപ്പോലെ സൗത്ത് സുഡാന്റെ പല ഭാഗങ്ങളിലെ മറ്റ് മിഷണറിമാരുണ്ടോ? നമുക്ക് കാത്തലിക് മിഷൻസ് ഒത്തിരി പ്രവർത്തിക്കുന്നുണ്ട്. അവർ മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത് സ്കൂളുകളുടെ പ്രവർത്തനമാണ്. സ്കൂള് വിദ്യാഭ്യാസമാണ് അവർക്ക് കൂടുതലും എയിം ചെയ്ത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ മറ്റ് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ വളരെ ചുരുക്കമാണ്. ഞങ്ങൾ അറിഞ്ഞിടത്തോളം ഇന്ത്യയിൽ നിന്ന് വേറെ മിഷണറി പ്രവർത്തനങ്ങളൊന്നും ഇവിടെ സൗത്ത് സുഡാനിലില്ല. നമ്മളാണ് ആദ്യത്തെ മിഷണറി ആയിട്ട് ഇവിടെ സൗത്ത് സുഡാനിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്തോ അവിടെ? നമുക്കിപ്പം നേരിടുന്ന ചലഞ്ച് നമുക്ക് കാലാവസ്ഥ നമുക്ക് അനുയോജ്യമല്ല. മഴക്കാലമായി കഴിഞ്ഞാൽ ഡയറിയ, മലേറിയ ഒക്കെ ഒത്തിരി കൂടുതലാണ്. അപ്പൊ ഒത്തിരി കുഞ്ഞുങ്ങൾ മരിക്കുന്നു, ഒത്തിരി പേര് നമ്മുടെ യാത്രയൊക്കെ മുടങ്ങുന്നു, നമുക്ക് യാത്രാ സൗകര്യങ്ങൾ തടസ്സപ്പെടും. അപ്പം പുറംലോകമായിട്ടൊരു ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം സൗത്ത് സുഡാനിലുള്ളത്. നല്ല റോഡ് സൗകര്യങ്ങളില്ല, അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ സ്കൂളിന്റെ ഫുഡും മറ്റു കാര്യങ്ങളും ഞങ്ങൾക്കുള്ള ഭക്ഷണമാണെങ്കിൽ ഞങ്ങൾ ജൂബയിൽ നിന്ന് 6 മാസത്തേക്ക് ഒരുമിച്ച് ഒത്തിരി ട്രാൻസ്പോർട്ടേഷന് ഒത്തിരി വില കൊടുത്താണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ച് നമുക്ക് കണ്ടെയ്നർ ഉണ്ട്, അതിൽ കീപ്പ് ചെയ്യും. ചൂടുള്ള കാലാവസ്ഥ അല്ലേ? അതെ, ഒത്തിരി ചൂടാണ്. ഈ ഉത്തരരേഖയ്ക്ക് മേളിലാണ് സൗത്ത് സുഡാൻ, അതുകൊണ്ട് ഭയങ്കര ചൂടാണ്. മറ്റു കൺട്രിയെ അപേക്ഷിച്ച് മറ്റു ആഫ്രിക്കൻ കൺട്രിയെ അപേക്ഷിച്ച് ചൂട് കൂടുതലാണ് സൗത്ത് സുഡാനിൽ. ഓക്കെ. വൈഫൈ ഉണ്ടെന്ന് പറഞ്ഞു. വൈഫൈ കണക്ഷൻ എങ്ങനെയാ അത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഏത് രീതിയിലുള്ള വൈഫൈ? അത് കേബിൾ ആണോ അതോ? അല്ല, ഇത് സാറ്റലൈറ്റ് ത്രൂ ഉള്ള വൈഫൈ. അപ്പൊ നമുക്ക് പോർട്ടബിൾ ആണോ? നമ്മളൊരു വില്ലേജിൽ പോയാൽ അത് അവിടെ കൊണ്ടുപോകാൻ ഒക്കുമോ? ഇല്ല, ഇത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മുടെ മിഷൻ ബേസിൽ മാത്രം വെച്ച് ഉപയോഗിക്കാം. ശരി. അതെ, ഞങ്ങൾ ഗ്രാമങ്ങളിലോട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇല്ല, പവർ ഇല്ലല്ലോ നമുക്ക്. അതെ, ഫുള്ളി സോളാർ പവർഡ് ആണ് നമ്മുടെ ഫുൾ ഹൗസും വർക്ക് ചെയ്യുന്നത്. അതെ, നമ്മുടെ ക്യാമ്പസ് ഫുൾ സോളാർ പവറിലാണ് വർക്ക് ചെയ്യുന്നത്.
അതെ, അതെ. ഇവിടെ ഇലക്ട്രിസിറ്റി ജൂബയിൽ അപേക്ഷിച്ച് വേറെ ഒരു സ്ഥലത്തും നമുക്ക് സൗത്ത് സുഡാനിൽ കറണ്ട് ഇല്ല. അതായത് ഒരു 500 കിലോമീറ്റർ ദൂരെയാണ് കറണ്ടുള്ള സ്ഥലം. അതെ, അതെ, അതെ. സത്യമായിട്ട് ബാക്കി എല്ലായിടത്തും ഇവരിങ്ങനെ അൺബിലീവബിൾ. സോളാർ നമുക്കത് പവർ. ഇന്ന് ഇന്ത്യയിലിരുന്ന് ചിന്തിക്കുമ്പോഴേ. അതെ. അപ്പം ഈ സോളാർ സിസ്റ്റം മറ്റു പലയിടത്തും ഉണ്ടോ? ഈ മിഷൻ, ഈ കാത്തലിക് മിഷൻ, പിന്നെ ചെറിയ 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 ബാറ്ററികളൊക്കെ വെച്ച് ഉപയോഗിക്കും. ഞങ്ങൾ വന്ന സമയത്തും ഈ റീസെന്റ് ഒരു 3 ആഴ്ചക്ക് മുമ്പാണ് ഈ ഒരു ഹൗസിലോട്ട് നമ്മൾ പവർ വെച്ചത്. ഏതാണ്ട് ഒരു ഒത്തിരി വലിയൊരു തുക മുടക്കിയാണ് ഇത് പവർ ചെയ്യാനിടയായി തീർന്നത്. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഒരു ബാറ്ററി മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം രാത്രി ഒരു 7, 8, 9 മണി വരെ നമുക്ക് ലൈറ്റ് കിട്ടും. പിന്നെ ഞങ്ങളുടെ ഫോണൊക്കെ അത്യാവശ്യം ചാർജ് ചെയ്യാം. ആ ഒരു രീതിക്കായിരുന്നു ഞങ്ങളുടെ ജീവിതം. ശരി. ഒത്തിരി അനുഭവങ്ങൾ ഇനിയും പറയാൻ ബാക്കിയുണ്ടെന്ന് എനിക്കറിയാം. എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ് കർത്താവിന്റെ ജീവിതത്തിൽ നടത്തിയത്. നമുക്കറിയാം സൗത്ത് സുഡാനിലെ ഭക്ഷണ ലഭ്യത വളരെ കുറവായതുകൊണ്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ ജൂബയിൽ നിന്നാണ്, ക്യാപിറ്റലിൽ നിന്നാണ് എടുത്ത് ഞങ്ങളുടെ താമസ സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഞങ്ങളുടെ ആവശ്യത്തിനുള്ള സാമ്പത്തികം ഞങ്ങൾക്ക് ജൂബയിൽ നിന്ന് ഒരു വലിയ തുക കൊണ്ടുപോയാൽ മാത്രമാണ് കാര്യം. അതിന്റെ ഇടയ്ക്ക് വെച്ച് പൈസയൊന്നും അയച്ചു തരാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വലിയൊരു ഹ്യൂജ് തുക ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കയ്യിൽ കരുതാറുണ്ട്. അപ്പം ആ സമയത്ത് ഞങ്ങൾക്ക് സാധനമൊക്കെ ഉള്ളത് കൊണ്ടും മറ്റാരെയും വിശ്വസിപ്പാൻ കഴിയാത്തൊരു സാഹചര്യമായതുകൊണ്ടും ഞങ്ങള് ജൂബയിൽ നിന്ന് സാധനം വാങ്ങി ഞങ്ങളൊരു വലിയ നമ്മുടെ നാട്ടിലെ മിനി ട്രക്ക് പോലത്തെ ഒരു വലിയ ട്രക്കിലെ സാധനങ്ങളൊക്കെ മേടിച്ച്, അപ്പം ക്രിസ്റ്റോ ഫ്ലൈറ്റിൽ പോകാനിടയിൽ തീർന്നു. കാരണം അദ്ദേഹം കുറച്ച് പൈസ ക്യാരി ചെയ്തതുകൊണ്ട്, ഇഷ്യൂ ഉള്ളത് കൊണ്ട് അദ്ദേഹം ഫ്ലൈറ്റിൽ ഒരു വലിയ തുക കൊണ്ട് പോകാനിടയായി തീർന്നു. പിന്നീട് ഞാൻ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ മേടിച്ചത് കൊണ്ട് ഞങ്ങളുടെ വണ്ടിയുടെ കൂടെ ഒരാൾ വരണം. അപ്പം എൻ്റെ കൂടെ ലോക്കലിൽ നിന്ന് എൻ്റെ കൂടെ ഒരു പാസ്റ്ററുണ്ട് ഡിങ്കയിൽ നിന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ആഫ്രിക്കയിൽ നമുക്ക് ഏതാണ്ട് സൗത്ത് സുഡാനിൽ 64 ട്രൈബുകളുണ്ട്. ഈ ട്രൈബുകളുടെ പ്രത്യേകത അവർക്ക് നമ്മെ ഇരുവരെയും കണ്ടുകൂടാ. കാണുന്ന സമയത്തിൽ അവർ അപ്പം തന്നെ കൊല്ലുവാനിടയും. അങ്ങനെ അത്രമാത്രം ശത്രുത വെച്ച് പുലർത്തുന്ന ഒരു ട്രൈബുകളാണ് തമ്മിലുള്ളത്. അപ്പം ജൂബയിൽ നിന്ന് ഞങ്ങളുടെ മിഷൻ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാൻ ഏതാണ്ട് 550 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഞാൻ അവിടുന്ന് വന്ന സമയമാണ്, അതൊക്കെ ഒരു 4 മാസത്തിന് ഉള്ളിലാണ് ഞാൻ ഈ ബൈ റോഡ് പോകാം എന്നുള്ള തീരുമാനമെടുക്കുന്നത്. എൻ്റെ കൂടെ പാസ്റ്ററുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു 15ഓളം ചെക്ക് പോയിന്റുകളുണ്ട്. അവർ വെറുതെ ചോദിക്കും, ഞങ്ങളിൽ നിന്ന് പൈസ മേടിക്കും. അങ്ങനെ ചെക്ക് പോയിന്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വരുന്നത്. അപ്പം അതിന്റെ ആ സമയത്ത് യാത്ര തുടങ്ങി. ഒരു മഴയുള്ള സമയമാണ്, ഏതാണ്ട് ഒരു സെപ്റ്റംബർ മാസം. ഞങ്ങൾ യാത്ര തുടങ്ങി ഇങ്ങനെ പോരുകയാണ് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വെച്ച്. അപ്പം എന്റെ ബാഗിൽ പൈസ വെക്കുന്നത് സേഫ് അല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പോക്കറ്റിൽ ഒരു അകത്തൊരു നിക്കർ ഇട്ടിട്ട് അതിന്റെ കൂടെ പൈസ വെച്ചിട്ട് അതിന്റെ പുറത്താണ് ഞങ്ങള് പൈസ ഞാനൊരു പാൻറ് ഇട്ട് അതിലാണ് ക്യാരി ചെയ്തത്. കാരണം ഏത് നിമിഷവും അറ്റാക്ക് ചെയ്യപ്പെടാം. അതുകൊണ്ട് നമുക്കൊന്നും ഒരു കാര്യങ്ങളെ കൂടെയുള്ളവരെ പോലും വിശ്വസിക്കാൻ കഴിയത്തില്ല. മാത്രമല്ല ഇന്ന് വേൾഡ് കറൻസിയിൽ ഏറ്റവും വാല്യൂ ലെസ്സായ മണിയാണ് സൗത്ത് സുഡാനിലെ പൗണ്ട്. അപ്പം ഞങ്ങളുടെ സാമ്പത്തിക വിനിമയങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്യുന്നത് അമേരിക്കൻ ഡോളറിലാണ്. അപ്പൊ അമേരിക്കൻ ഡോളറിന് വിനിമയം കൂടുതലായതുകൊണ്ട് നമ്മൾ എപ്പോഴും പൈസ ഡോളറിലാണ് കീപ്പ് ചെയ്യാറ്. അപ്പൊ ഡോളർ ഉള്ളത് കൊണ്ട് ഇവിടെ ഭയങ്കര റിസ്ക് ആണ്. ആളുകൾ പൈസ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏത് വിധേയനും എന്തും ചെയ്യും. അപ്പൊ ആ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ബൈ റോഡ് വരുന്നു. ഞാൻ രൂപ വിട്ട് ഏതാണ്ട് ഒരു 100-150 കിലോമീറ്റർ കഴിഞ്ഞ സ്ഥലത്ത് വളരെ റോഡ് ഭയങ്കര മോശമാണ്. അപ്പം നെറ്റ്വർക്ക് ഒക്കെ ഇല്ലാത്തൊരു സാഹചര്യം. ആ ദേശത്ത് നെറ്റ്വർക്ക് ഇല്ല. ഏതാണ്ട് ഒരു 12 മണിയൊക്കെ ആയ സമയത്ത് ഞങ്ങൾ മഴയിൽ വളരെ സ്ലോയിലാണ് യാത്ര ചെയ്ത് മുന്നോട്ട് വരുന്നത്. പെട്ടെന്ന് ഞങ്ങളുടെ മുമ്പിൽ ഒരു വാഹനം ചെടിയിൽ പൊതിഞ്ഞു കിടക്കുന്നു. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, ജസ്റ്റ് അവിടെ നിന്ന് റോട്ടിൽ നിന്ന് ഞങ്ങളത് വലിച്ച് മേളിലോട്ട് കയറ്റിയാൽ മതി, ഞങ്ങൾ രാവിലെ തൊട്ട് ഇവിടെ കുടുങ്ങി കിടക്കുക. അപ്പം ഡ്രൈവർ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ച് കയറ്റാം. അപ്പൊ അദ്ദേഹം വണ്ടി എടുത്ത് സൈഡിലോട്ട് മാറ്റി ഞങ്ങളുടെ വണ്ടി ചെടിയിലോട്ട് അങ്ങ് പുതയുവാനിടയായി തീർന്നു. പൊതഞ്ഞെന്ന് വെച്ചാൽ ടയർ മുഴുവൻ ചെളിയിൽ പൊതഞ്ഞു. അത്രമാത്രം അകത്തോട്ട് സ്റ്റക്കായി. ഞങ്ങളാലാവുന്ന വിധം അവർ ട്രൈ ചെയ്തു. അവർ മരങ്ങളെ കൊണ്ടുവരുന്നു, മറ്റ് കാട്ടിൽ നിന്ന് മരമൊക്കെ മുറിച്ചുകൊണ്ട് വന്നു, താഴെ ഇട്ട് നോക്കുന്നു, ചെളി മാറ്റി നോക്കുന്നു, ഒരു രക്ഷയില്ല. ടയർ കറങ്ങുകയല്ലാണ്ട് വണ്ടി പുറത്തോട്ട് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അപ്പം ഞാൻ കുടുങ്ങിയ വിവരം ക്രിസ്റ്റോയ്ക്ക് വിളിച്ചു പറയാൻ പറ്റുന്നില്ല. കാര്യം എൻ്റെ കയ്യിൽ നെറ്റ്വർക്ക് ഇല്ലാത്തത് കൊണ്ട്
എനിക്ക് ക്രിസ്റ്റോയെ അറിയിക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ കുടുങ്ങി, വണ്ടി മണ്ണിൽ പുതഞ്ഞു എന്നുള്ള കാര്യം പറയാൻ പറ്റിയില്ല. ഏതാണ്ട് ഒരു 12 ആയ സമയത്താണ് ഞങ്ങൾ കുടുങ്ങിയത്. ഏതാണ്ട് അവരൊരു 5 മണിയോളം, വൈകിട്ട് ഒരു 5 മണിയോളം വരെ ട്രൈ ചെയ്തു. ഭക്ഷണമില്ല, കുടിക്കാൻ മാത്രം കുറച്ച് വെള്ളമുണ്ട്, പിന്നെ കുറച്ച് സ്നാക്സ് ഞാൻ മേടിച്ചിട്ടുണ്ട്, അപ്പോൾ അവർക്ക് കൊടുത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ ഭക്ഷണവും തീർന്നു. ഞങ്ങളങ്ങനെ ഒത്തിരി അവർ ട്രൈ ചെയ്തു. ആ സമയത്ത് ഞാനിവിടെ ക്ലർജി, നമുക്കറിയാം ആഫ്രിക്കയിലെ ഒരു അച്ഛന്മാർ യൂസ് ചെയ്യുന്ന ഒരു ക്ലർജി, ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് ക്ലർജി യൂസ് ചെയ്തപ്പം പെട്ടെന്ന് ആളുകൾക്ക് ഐഡന്റിറ്റി ചെയ്ത് അച്ഛനാണ്, ഫാദർ ആണെന്നുള്ളൊരു ഐഡന്റിറ്റിക്ക് വേണ്ടി പാസ്റ്ററാണെന്ന് അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയും. അതുകൊണ്ട് അവർക്ക് ഒത്തിരി റെസ്പെക്ട് കൊടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ആളുകൾ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ ക്ലർജി ഉപയോഗിച്ചാണ് വന്നത്. അപ്പം ഒരു 5 മണിയായ സമയത്ത് ഡ്രൈവർ പറഞ്ഞു, ഫാദർ ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, ഇവിടെ ഒത്തിരി അൺസേഫ് ആയിട്ടുള്ള ഏരിയയാണ്, നിങ്ങൾ ഇവിടെ നിൽക്കരുത്, നിങ്ങൾ ഫോറിനറും കൂടിയാണ്, രാത്രി ഒത്തിരി കൊതുക്, വലിയ കൊതുകൊക്കെ വന്ന് നിങ്ങളെ അറ്റാക്ക് ചെയ്യും, മാത്രമല്ല ഒത്തിരി ആ, പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്, രാത്രി ചിലപ്പോൾ നമ്മൾ വന്ന് വണ്ടിയൊക്കെ റോബറി ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗ്രാമം കിട്ടും, അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് താമസിക്കാനുള്ള ചെറിയ തുക്കില സൗകര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാകും, ചിലപ്പോൾ നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളമോ മറ്റു സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ കൂടെയുള്ള പാർഷനും ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങി. എനിക്കറിയാം എൻ്റെ പാദം മുഴുവൻ ചെളിയിൽ പൂഴ്ത്തി പോവുകയാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെരുപ്പ് പൊട്ടിച്ചപ്പോൾ ഞാൻ എൻ്റെ തോളിൽ വലിയൊരു ബാഗുണ്ട്, ഓർക്കണം, എൻ്റെ പാൻറ്റിൽ, എൻ്റെ പോക്കറ്റിൽ എനിക്ക് പൈസയുണ്ട്, എൻ്റെ വലിയ തോളിൽ ഭയങ്കര ഞാനുള്ള സാധനങ്ങളൊക്കെ അതിലിട്ട് ഞാൻ ബാഗുമായിട്ട് നടക്കാൻ തുടങ്ങി. ഞങ്ങൾ നടന്ന് ഏതാണ്ട് ഒരു 3 മണിക്കൂറോളം, 5 മണിക്ക് ഇറങ്ങി ഞങ്ങൾ 8 മണിയായിട്ടും ഗ്രാമമൊന്നും കാണുന്നില്ല. രാത്രി ആയതുകൊണ്ട്, സന്ധ്യ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കൂരിരുട്ട്, റോഡ് മാത്രം ഇങ്ങനെ നീണ്ടു നിറന്ന് റോഡായതുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ചെളിയിലാണ്, എവിടെയാണ് കാല് വെക്കുന്നത് അറിയത്തില്ല. അപ്പൊ എൻ്റെ കൂടെയുള്ള പാസ്റ്റർ പറഞ്ഞു, ക്രിസ്തു ലൈറ്റ് ഓഫ് ആക്കണം, ലൈറ്റ് വേണ്ട, നമുക്ക് ചിലപ്പം വൈൽഡ് ആനിമൽസ് ഒക്കെ കാണും, അതുകൊണ്ട് പെട്ടെന്ന് അവർ ഈ ലൈറ്റ് കാണുമ്പോൾ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ലൈറ്റ് ഓഫ് ആക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ലൈറ്റ് ഓഫ് ആക്കി. ഞാൻ മേളിലോട്ട് നോക്കുമ്പോൾ ആകാശത്തിൽ ഇങ്ങനെ നക്ഷത്രങ്ങളെ കാണാം, താഴെ ഇങ്ങനെ റോഡ് ഇങ്ങനെ പരന്ന് കിടക്കുന്നു. ഞാൻ എൻ്റെ അകത്തൊരു ഒരു ഭീതി പോലെ, എന്തായി തീരും, ലൈറ്റ് ഒന്നും കാണുന്നില്ലല്ലോ. മാത്രമല്ല ഞങ്ങൾ നിന്നത് മുണ്ടാരി എന്ന് പറഞ്ഞൊരു വേറൊരു ട്രൈബും കൂടിയാണ്. അപ്പം നമുക്കറിയാം എൻ്റെ കൂടെയുള്ള പാസ്റ്റർ ഡിങ്കയാണ്, വേറൊരു ട്രൈബിലെ ആളാണ്. അപ്പൊ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞാനും ഈ ദേവദാസനും മാത്രമേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്നു. ഞങ്ങളിങ്ങനെ രാത്രി ആളുകളെ കണ്ടുമുട്ടുന്നില്ല. കൊടും വനം, വന്യമൃഗങ്ങളുടെ ശബ്ദവും കേൾക്കുന്നു. അവിടെ ഇവിടുന്നൊക്കെ എന്തൊക്കെയോ ശബ്ദങ്ങൾ ഞാൻ കേൾക്കുന്നു. എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ ആകാശത്തോട്ട് നോക്കി കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവ് എന്തായി തീരും. അങ്ങനെ എന്നാൽ ആ ഒരു സമയത്ത് കർത്താവ് എനിക്കൊരു പ്രത്യാശ നൽകി തന്നു മുന്നോട്ട് പോകാൻ. ഒരുപക്ഷെ മനസ്സ് മടച്ചിരുന്നെങ്കിൽ എനിക്ക് നടക്കാൻ പോലും കഴിയത്തില്ലായിരുന്നു. ഞാൻ വീണ് വീഴുന്നേറ്റും എൻ്റെ ഡ്രസ്സ് ആസമൂലം ചെളിയായി. ഞാനിങ്ങനെ മുന്നോട്ട് നടക്കുന്നു. ഞങ്ങൾ നടന്ന് ഏതാണ്ട് ഞങ്ങൾ നടന്നു മടുത്തു. ഒരു 8-9 മണി 8:30 ആയ സമയം. എവിടെയും ഗ്രാമം കാണുന്നില്ല. വരുന്ന വണ്ടികളാണ്, ഞങ്ങൾക്ക് നിർത്തുന്നുമില്ല. എല്ലാം ഫുള്ളാണ്, കെട്ടിയാണ് പോകുന്നത്. മാത്രമല്ല രാത്രി ആയതുകൊണ്ട് വണ്ടി സൗകര്യങ്ങളൊക്കെ കുറഞ്ഞു, വണ്ടികളൊന്നും പുറത്തോട്ട് വരുന്നില്ല. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞങ്ങളെ ദൂരെ നിന്നൊരു വ്യക്തി, ഒരു തോക്കുധാരിയായ ഒരു വ്യക്തി ഇങ്ങനെ ലൈറ്റ് അടിക്കുന്നു. ഞങ്ങൾ നടന്നു വരുന്നത് പുള്ളിക്ക് മനസ്സിലായി. ചെറിയൊരു ബാറ്ററി ടോർച്ച് വെട്ടത്തിൽ ഇങ്ങനെ പുള്ളി എന്നെ ഇങ്ങനെ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് കാണിക്കുന്നു. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി ഞാൻ ഫോറിനറാണ്. അപ്പം കൃപയാൽ അന്ന് രാത്രിക്കാലം ഒരു ദൈവദൂതനെ പോലെ അദ്ദേഹം ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനായി. പെട്ടെന്ന് എന്നെ മനസ്സിലായി ഞാനൊരു ഫാദറാണ്, ഒരു പാസ്റ്ററാണെന്നുള്ള കാര്യം മനസ്സിലായി. പെട്ടെന്ന് പുള്ളി അദ്ദേഹം പെട്ടെന്ന് അതിശയത്തോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ രാത്രിയിൽ ഇങ്ങനെ നടന്നു വരുന്നേ? അപ്പൊ ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ വാഹനം ചെളിയിൽ പൊട്ടുപോയി, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു 10 കിലോമീറ്റർ കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒന്നും ഇല്ല, നിങ്ങൾ ഈ രാത്രി വലിയ റിസ്ക് ആണ് എടുക്കുന്നതെന്നും പറഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് ഞങ്ങളെ അദ്ദേഹത്തിന്റെ കൃഷി സ്ഥലത്തിൽ ഒരു ചെറിയൊരു ടാർപ്പായിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി ഞങ്ങളെ സേഫ് ആയിട്ട് ഇരുത്തി. നിങ്ങളെ ആരും കാണരുത്, രാത്രിക്കാലം നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ അറ്റാക്ക് ചെയ്യും, മാത്രമല്ല നിങ്ങൾ ഫോറിനറും കൂടിയാണ്, ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അദ്ദേഹം പിന്നെ ഒരു 2 കിലോമീറ്റർ പോയി ഒരു ബൈക്കുകാരനെ, ബൂടാ എന്നാണ് ഇവിടെ പറയുന്നത്, ബൈക്കുകാരനെ വിളിച്ച് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 3 മണിക്കൂർ വീണ്ടും ബൈക്കിൽ യാത്ര ചെയ്ത് 90 കിലോമീറ്റർ കഴിഞ്ഞാണ് ഞാനൊരു ചെറിയ ഗ്രാമത്തിൽ, ചെറിയ വെളിച്ചമൊക്കെ ഉള്ള, സോളാർ വെട്ടമുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ എത്തിച്ചേർന്നത്. അന്ന് രാത്രി ഞങ്ങൾ അടക്കപ്പെട്ടിരുന്നെങ്കിൽ, ആരെങ്കിലും ഞങ്ങളെ അറ്റാക്ക് ചെയ്തിരുന്നെങ്കിൽ
ഒരുപക്ഷെ എനിക്ക് ഈ ലോകത്തിൽ കാണുമായിരുന്നെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ഏതാണ്ട് ഒരു 12 മണിയായ സമയം ഞാൻ ആ ഗ്രാമത്തിലെത്തി. ആ ബൈക്കുകാരൻ ഞങ്ങളെ വീണു എഴുന്നേറ്റും ദേഹമാസകലം ഞങ്ങൾ ബൈക്കിൽ നിന്ന് 3 പേരും തെന്നി വീഴും. കാരണം റോഡ് മൺ റോഡാണല്ലോ. മൺ റോഡിന്റെ പ്രത്യേകത പൂഴി നിറഞ്ഞ് മൊത്തം ചെളി പിടിച്ച് കിടക്കുകയാണ്. ഒരു വിധത്തിൽ ഞങ്ങള് അവിടെ എത്തി. അപ്പൊ കുളിക്കാനൊന്നും സൗകര്യമില്ല. ഞാൻ പെട്ടെന്ന് ഞങ്ങൾക്ക് റൂം കിട്ടി. റൂമിൽ കയറി ഞാന് എന്റെ വെപ്രാളത്തിൽ ഞാൻ എണ്ണുകയാണ്. പൈസ വല്ലതും നഷ്ടപ്പെട്ടോ? എനിക്കെന്തേലും ആയോ? എന്തേലും സംഭവിച്ചോ? ഞങ്ങൾക്ക് എന്തേലും നഷ്ടപ്പെട്ടോ എന്നുള്ള വലിയ ഒരു വെപ്രാളം. പെട്ടെന്ന് ഞാൻ ക്രിസ്റ്റോയെ വിളിച്ച് കാര്യം പറഞ്ഞു. ഞാനിങ്ങനെ സേഫാണ്. ഞാൻ കുഴപ്പമില്ല. ഞങ്ങളിങ്ങനെ വണ്ടി പെട്ടുപോയി. അപ്പം ഞങ്ങള് ഇങ്ങനെ എത്തി. ഗോലിയാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ഞങ്ങള് സേഫാണ്. വണ്ടിയൊക്കെ ഞങ്ങളവിടെ എത്തിച്ചു പോന്നു. എപ്പോ വരുമെന്ന് അറിയത്തില്ല. നാളെ വണ്ടി വന്നാൽ ഞങ്ങള് തിരിച്ചു വരും. ഇല്ലെങ്കിൽ ഞങ്ങളവിടെ വണ്ടിക്ക് വരുന്നവരെ വരെ കാത്തു കിടക്കണം. അപ്പോൾ ഡ്രൈവറുടെ കയ്യിൽ ഫോൺ നമ്പർ ഉണ്ട്. പക്ഷേ പുള്ളിയെ വിളിക്കാൻ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ ആ സ്ഥലത്ത് പോയാലും പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് എവിടെ വെയിറ്റ് ചെയ്യണം, എപ്പോൾ വണ്ടി വരുമെന്നുള്ള കാര്യം അറിയത്തുള്ളൂ. അപ്പൊ പിറ്റേ ദിവസം ഞങ്ങൾ ഇങ്ങനെ എല്ലാം എണീറ്റ് രാവിലെ വെളുപ്പിനെ തന്നെ ഞങ്ങൾ ഒരു 6 മണിയൊക്കെ ആയ സമയത്ത് ഞങ്ങൾ ടൗണിൽ വന്ന് മെയിൻ റോഡിൽ വന്ന് നിൽക്കുക. അപ്പം പാസ്റ്ററിനോട് ഇങ്ങനെ രാവിലെ പറഞ്ഞു. എന്നോട് പറയുക എൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ ക്രിസ്തു നമ്മള് ഇന്നലെ എടുത്തത് ജീവിതത്തിൽ വലിയ റിസ്ക്കാണ്. കാര്യം മുണ്ടാടി ട്രൈബിന്റെ ഇടയിലാണ്. അവർ ഏറ്റവും കൂടുതൽ ശത്രുത വെച്ച് പുലർത്തുന്ന ഒരു ട്രൈബാണ്. അന്ന് രാത്രി അവരെന്നെ കണ്ടിരുന്നെങ്കിൽ എന്നെ കൊല്ലുമായിരുന്നു. ആ കൊല്ലുന്നതോടൊപ്പം നിന്നെയും തീർക്കും. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അവർ തട്ടിപ്പറിക്കും. പക്ഷേ കർത്താവ് ആരെ അനുവദിച്ചില്ല. മാത്രമല്ല പിന്നീട് അറിഞ്ഞത് ആ കാട്ടിലാണ് കൊടും ക്രിമിനലുകളും കൊടും ക്രൂര ചെയ്ത് ആളുകളൊക്കെ പോയി ഒളിഞ്ഞിരിക്കുന്നത് ആ സ്ഥലത്താണ്. മാത്രമല്ല വന്യമൃഗങ്ങൾ, ഹൈനയും മറ്റ് വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു അത്. അതുകൊണ്ടാണ് ഞാൻ ലൈറ്റൊക്കെ ഓഫ് ആക്കാൻ നിന്നോട് പറഞ്ഞത്. പിന്നീട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ആ രാത്രി നിന്നോട് പറഞ്ഞില്ല. കാര്യം നീ പേടിക്കും എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് ഞങ്ങളന്ന് എടുത്തതെന്നും ഒരു ഒരു രാത്രിയിൽ അങ്ങനെ നടക്കാനിടയായ സാഹചര്യം ഞാൻ അറിയുന്നു. പിന്നീട് ഞങ്ങളിങ്ങനെ കർത്താവ് പ്രാർത്ഥിക്കാനിടയെ തോന്നുന്നു. കർത്താവ് ദേവദാസൻ പറയുന്നു, കർത്താവ് നമ്മളോട് കൂടെ ഉള്ളത് മാത്രമാണ് നമ്മളിങ്ങനെയൊക്കെ രക്ഷപ്പെടുവാൻ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ നമ്മൾ ഇന്നലെ തന്നെ എല്ലാം തീർന്നു പോകേണ്ടതായിരുന്നു എന്ന് പറയാനിടയായി തീർന്നു. പിന്നീട് ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. ഓരോ വണ്ടികൾ വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കും, ഞങ്ങളുടെ വണ്ടി വരുന്നുണ്ടോ. അപ്പൊ ചെളിയിൽ പുതഞ്ഞ് ഓരോ വണ്ടികൾ ഇങ്ങനെ കയറി വരികയാണ്. അപ്പം ഞങ്ങളുടെ മുമ്പിൽ ഏതാണ്ട് 2 വണ്ടി മാത്രമേ കടന്നു വന്നിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ ചിന്തിക്കുക. അപ്പൊ ഞങ്ങൾ ഏതാണ്ട് ഒരു 6 മണി സമയത്ത് ഇരിക്കുകയാണ്. 7 മണിയായി, 8 മണിയായി, 10 മണിയായി, 11 മണി കഴിഞ്ഞു. ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എപ്പോൾ വണ്ടി വരുമെന്ന് അറിയത്തില്ല. കാലാവസ്ഥ മോശം, മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. വിളിച്ചു ചോദിക്കാൻ ഫോണില്ല. അവന്റെ വണ്ടി എടുത്തോ, ചെളിയിൽ നിന്ന് പുതഞ്ഞ് എടുത്തോ എന്ന് പോലും അറിയാനില്ല. ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 12:30 ആയ സമയത്ത് ഞങ്ങൾ ആ സമയത്ത് ഈ വെള്ളത്തിന് വേണ്ടിയുള്ള ടാങ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു രൂപയിൽ നിന്ന്. ഞാൻ നോക്കുമ്പോൾ വണ്ടിയുടെ ഏറ്റവും ടോപ്പിൽ ആ ടാങ്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ വണ്ടിയാണ്. കാരണം വണ്ടി കണ്ടിട്ട് മനസ്സിലാക്കാത്ത രീതിയിൽ ചെളി നിറഞ്ഞ് ചില്ല് മുഴുവൻ ചെളിയും വണ്ടിയൊക്കെ ചെളിയിൽ പൊതിഞ്ഞൊരു സാഹചര്യത്തിൽ വണ്ടി കയറി വരികയാണ്. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. പാസ്വേഡ് പറഞ്ഞു നമ്മുടെ വണ്ടി വന്നു. അവരെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അവർക്ക് ആ ചെളി നിറഞ്ഞ ആ ശരീരത്തോടെ എന്നെ വന്ന് കെട്ടിപ്പിടിക്കാൻ ഇടയായി തോന്നുന്നു. അവര് പറഞ്ഞു, ഞങ്ങൾ രാത്രി മൊത്തം ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ രാത്രി മൊത്തം പണി ഇങ്ങനെ കഷ്ടപ്പെടുമായിരുന്നു വണ്ടി ചെളിയിൽ നിന്ന് കയറ്റാൻ. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 15ഓളം വണ്ടി ആ ചെളിയിൽ കുടുങ്ങിയെന്നാണ് ഞാൻ കേട്ടെ. 15ഓളം ചെളി വണ്ടി കുടുങ്ങി. നമ്മുടെ വണ്ടി മാത്രമേ പുറത്തു വന്നുള്ളൂ. ബാക്കിയെല്ലാം അവിടെ കിടക്കുകയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്നിട്ട് യാത്ര തുടരുവാൻ ഇടയായി തീർന്നു. അപ്പം സൗത്ത് സുഡാനിലെ ചെറിയ അങ്ങനത്തെയാണ് റോഡിന്റെ അനുഭവങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ട്. സൗത്ത് സുഡാനിൽ റോഡിന്റെ അവസ്ഥയാണ്. ഇപ്പോൾ മഴ ഞങ്ങൾ അപ്രോച്ച് ചെയ്യുന്നു. മഴ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങുവാനോ യാത്ര ചെയ്യാനോ വളരെ അധികം ബുദ്ധിമുട്ടാണ്. അപ്പം ദൈവമക്കൾ പ്രത്യേകം സൗത്ത് സുഡാന്റെ ഈ അവസ്ഥകൾ, അരിഷ്ടിതാവസ്ഥകളൊക്കെ മാറുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആരും പ്രതികൂലമായി നിൽപ്പാൻ കഴിയുകയില്ല. കർത്താവിന് നമ്മളെ കുറിച്ചുള്ള ദൗത്യമുണ്ടെങ്കിൽ ആ ദൗത്യം കർത്താവ് നമ്മളെ കൊണ്ട് ചെയ്തെടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ ആ ഒരു അനുഭവത്തിൽ നിന്ന് കർത്താവിനെ വിടുവിക്കുവാനിടയായി തീർന്നു. ക്രിസ്റ്റോ ഒത്തിരി കരയുവാനിടയായി തീർന്ന കാര്യം വന്ന് ഞാൻ 3 മാസമേ എടുത്തുള്ളൂ. അന്ന് രാത്രി മൊത്തം ഞാൻ കേട്ടത് നാട്ടിലും എല്ലായിടത്തും വിളിച്ചു പ്രാർത്ഥിക്കുകയും ഗ്രൂപ്പുകളിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും കാരണം എന്നെ കിട്ടാഞ്ഞതുകൊണ്ട് ഒത്തിരി വിഷമിക്കുകയും കരയുകയും ഇടയായി തീർന്നു. കാരണം എന്തോ സംഭവിച്ചു, എന്തായി തീർന്നു, ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമായി തീരുവാനിടയായി തീർന്നുവെങ്കിലും അതിൽ നിന്നെല്ലാം കർത്താവ് വിടുവിച്ചു. ഇന്ന് ഒരു അത്ഭുത സാക്ഷ്യമായി ഇവിടെ നിൽക്കുന്നു. നിങ്ങൾ വീണ്ടും നമ്മുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക.
മിഷൻ കോളുള്ള ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് വേണ്ടി നല്ല രക്തം, നല്ല യൗവനം കർത്താവിന് വേണ്ടി കൊടുക്കണമെന്നുള്ള ആ ഒരു ശബ്ദം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ മടിച്ചു നിൽക്കാതെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ കർത്താവ് നിങ്ങളെ പ്രാപ്തരാക്കട്ടെ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുക്കുവാനും കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങുവാനൊക്കെ കർത്താവ് നമ്മളാലാവുന്ന വിധം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പക്ഷേ അപ്പം നമുക്ക് ക്യാപിറ്റലിൽ നമുക്കൊരു ബേസ് ഉണ്ടോ? കാരണം അവിടെ ബേസിലാണ് ഫുഡൊക്കെ വരുന്നത്, അവിടുന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം അവിടെ ഒരു ബേസ് നമുക്കുണ്ടോ? എന്തോ അവിടുത്തെ ഒരു കാര്യം? അതെ, നമുക്ക് സൗത്ത് സുഡാന്റെ ക്യാപിറ്റലിൽ നിന്നാണ് നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഈജിപ്തിൽ നിന്നൊരു മിഷണറി നമുക്ക് പരിചയമുണ്ട്. അദ്ദേഹം നമ്മുടെ മിഷനെ പറ്റി അറിയുകയും നമുക്ക് വേണ്ടി സപ്പോർട്ടൊക്കെ ഒത്തിരി ചെയ്തിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഭവനങ്ങളിലായിരുന്നു ഞങ്ങൾ പോയി താമസിക്കുകയും അവിടെ നിന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ പോയി മേടിക്കും. നാട്ടിൽ നിന്ന് ഇപ്പോൾ ആരെങ്കിലും വരുവാണെങ്കിൽ ഞങ്ങൾക്ക് വന്നൊരു ദിവസം അവിടെ തങ്ങി ഇങ്ങോട്ട് നാട്ടിലോട്ട് തിരിച്ചു പോരാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ റീസെന്റ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടും ഒത്തിരി വാർദ്ധക്യമായതുകൊണ്ടും അദ്ദേഹം തിരിച്ചു പോകുവാനിടയായി തുടങ്ങും. ഇപ്പോൾ നമുക്കൊരു ബേസ് അവിടെ ഇല്ല. ആ ഒരു വലിയ ചലഞ്ച് നമുക്കുണ്ട്. സൗത്ത് സുഡാന്റെ ക്യാപിറ്റലിൽ പോയി നിന്നാൽ മാത്രമേ നമുക്ക് എങ്ങോട്ടെങ്കിലും രാജ്യത്തിന്റെ പുറത്തോട്ട് പോകാനോ ഒക്കെ കഴിയത്തുള്ളൂ. ഇപ്പൊ അങ്ങനെ ഒരു വലിയ ചലഞ്ച് ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോയാൽ തന്നെ ഞങ്ങൾ വേറൊരു ഹോട്ടലിൽ ഒരു ദിവസത്തിന് ഏതാണ്ട് $100 കൊടുത്ത് നിൽക്കേണ്ടി ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല നമുക്ക് സേഫ് അല്ല, നമുക്ക് മറ്റ് വണ്ടികളൊക്കെ ആശ്രയിച്ച് പോകാൻ പറ്റത്തില്ല. അപ്പം ഇദ്ദേഹം ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് വാഹനമുണ്ട്. അതിന്റെ വാഹനത്തിൽ പോയി തന്നെ സാധനങ്ങൾ മേടിക്കാനും അവിടെ പോയി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനുള്ളൊരു വഴി നമുക്ക് തുറന്നു വന്നിട്ടില്ല. അതിനുവേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തു മറ്റു മിഷൻ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട്. പാസ്റ്റർ പറഞ്ഞു പിന്നെ സൗത്ത് സുഡാനിലെ കറൻസി വളരെ വീക്കാണെന്ന് പറഞ്ഞു, വളരെ ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ ഒരു കറൻസിയാണെന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുമായിരുന്നു. ഒരു ഇന്ത്യൻ രൂപ കൊടുത്താൽ 7 ലക്ഷത്തിൽ ചില്ലുവാനും സൗത്ത് സുഡാൻ കറൻസി കിട്ടുമെന്നാണ് ഞാൻ ഇൻഫർമേഷൻ കണ്ടത്. 1 രൂപയ്ക്ക് 7 ലക്ഷം. അങ്ങനെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ കറക്റ്റ് ആണല്ലോ ഞാൻ പറയുന്നത് അല്ലേ? അല്ല, 7 ലക്ഷമല്ല. ഒരു ഡോളർ എന്ന് പറയുന്നത് ഒരു ഡോളർ നമ്മൾ ഇന്ത്യൻ വേണ്ടി ഡോളർ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഏതാണ്ട് 6,000 ആണ് ഒരു ഡോളർ. ഒരു ഡോളർ 6,000. ഈ SDG എന്ന് പറയുന്നത് എന്താ ഫസ്റ്റ്? SDG സുഡാനീസ് പൗണ്ട് അല്ല, സുഡാനീസ് അത് സുഡാനിലെയാണ്. സൗത്ത് സുഡാനിലെ ഓ ശരി, സൗത്ത് സുഡാനിലെ വേറെയാണ് അല്ലേ? സൗത്ത് സുഡാൻ പൗണ്ട്. ഓക്കെ, ഇത് സൗത്ത് സുഡാനിലെയാണ് ഞാൻ കണ്ടത്. 1 INR 7 lakh 7 ലക്ഷം സൗത്ത് സുഡാൻ പൗണ്ട്. ഒത്തിരി ഒത്തിരി ഡൗൺ ആണ്. എന്തോ അതായത് ഞാൻ വന്ന സമയത്ത് ഇതിന്റെ 500 ആയിരുന്നു SSP. ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ 500 SSP ആയിരുന്നു. ഇപ്പോൾ അത് ഈ വിത്തിൻ 2 ഇയേഴ്സിൽ അത് 6,000 ജമ്പ് ചെയ്തു. ഓരോ മാസവും ഓരോ പ്രൈസ് ആണ്. ഓക്കെ, ഒരു ഡോളർ എന്ന് പറയുന്നത് മാർജിൻ. അതെ, ശരി. ഓക്കെ ഓക്കെ പാസ്റ്ററെ. ഓക്കെ, അപ്പം അവിടുത്തെ ഇപ്പം സാധനങ്ങളുടെ വിലയും അതുപോലെ കൂടുതലായിരിക്കും? ഒത്തിരി കൂടുതലാണ്. കൂടുതലും ഡൊമസ്റ്റിക് പ്രൊഡക്ഷനൊക്കെ ഇന്ത്യയിൽ നിന്നും ഒത്തിരി പേര് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഒത്തിരി സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ കൂടുതൽ സാധനങ്ങൾ കയറി വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. സൗത്ത് സുഡാൻ ലാൻഡ് ലോക്ക്ഡ് കൺട്രി ആയതുകൊണ്ട് ഡൊമസ്റ്റിക് ആയിട്ട് ഒരു പ്രൊഡക്ഷനും ഇല്ല. ഈ രാജ്യത്ത് ഉത്പാദിക്കുന്നതായിട്ട് ഒരു വസ്തുവും ഇല്ല. അതുകൊണ്ട് ഉപ്പ് തൊട്ട് സകല സാധനം പുറത്തു രാജ്യങ്ങളിൽ കയറി വരണം. പാസ്റ്റർ, ഈ നമ്മുടെ ആഫ്രിക്കൻ പല രാജ്യങ്ങളിലുമേ ഒരുതരം എന്താ പറയുന്നത്, ഈ വലിയ വലിയ പാസ്റ്റർമാരുണ്ട്, പേഴ്സണാലിറ്റി കൾട്ടുകൾ നമുക്ക് പറയാം. വലിയ എന്താ പറയുക, ഹൈഫൈ പാസ്റ്റേഴ്സ് ഉണ്ട്. ഈ സുഡാനിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? ഇല്ല, സുഡാനിൽ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. നമുക്ക് കൂടുതൽ അങ്ങനെയുള്ള ടീമുകളെ നൈറോബിയിലും നൈജീരിയ, കെനിയ ഇവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതായത് നമുക്ക് കൂടുതലും മറ്റ് ആഫ്രിക്കൻ കൺട്രീസിൽ അങ്ങനെ കൾട്ട് ഗ്രൂപ്പിനെയും മറ്റങ്ങനെ പ്രോസ്പെരിറ്റി പ്രീച്ച് ചെയ്യുന്ന ഒത്തിരി പാസ്റ്റർമാരെ കാണാൻ കഴിയും. എസ്പെഷ്യലി ഉഗാണ്ടയിലും കെനിയയിലും നൈജീരിയയിലൊക്കെ അങ്ങനെ പ്രവർത്തനങ്ങളുണ്ട്. പക്ഷേ സൗത്ത് സുഡാനിൽ ഞാൻ പറഞ്ഞല്ലോ, ആർക്കും വേണ്ടാത്ത ഉപേക്ഷിക്കപ്പെട്ട ഒരു രാജ്യമാണ് സൗത്ത് സുഡാൻ. അങ്ങനെ ആരും എത്തിപ്പെടാൻ ആഗ്രഹിക്കാത്തതും ആർക്കും വേണ്ടാത്തൊരു രാജ്യമാണ് സൗത്ത് സുഡാൻ. അതുകൊണ്ട് അങ്ങനെ തന്നെ ആരെയിലേക്ക് വന്നാൽ പോലും ജൂബയിൽ തന്നെ ഒതുങ്ങും, ക്യാപിറ്റലിൽ ഒതുങ്ങി മറ്റ് സ്റ്റേറ്റ്സിലോ മറ്റ് ഗ്രാമങ്ങളിലോ ഒന്നും എത്തിച്ചേരത്തില്ല. അവരുടെ പ്രവർത്തനങ്ങളൊന്നും അങ്ങനെ ഇല്ല. അതെ,
ജുബൈൽ വയൽ വിളഞ്ഞ് ജുബൈൽ കിടക്കുകയാണ്, അഥവാ വേലക്കാരില്ല അവിടെ. ജുബൈൽ എന്ന സ്ഥലപ്പേര് പറഞ്ഞത്. ജൂബ ക്യാപിറ്റൽ. ജുബ. ഓക്കെ, ശരി. അവിടെയും ഈ പറഞ്ഞ മെഗാ ചർച്ചുകളൊന്നും ഇല്ല. ഇല്ല, മെഗാ ചർച്ചകളും വളരെ ഇല്ല, ചുരുക്കമാണ്, 2-3 വിരലുകളാണ്. ശരി. പ്രേക്ഷകരോട് പറയാം, നമ്മൾ ഈ വിറ്റ്നസിൻ്റെ അകത്ത് മിഷണറി എക്സ്പീരിയൻസുകളാണ് കേൾക്കുന്നത്. നമ്മളിങ്ങനെയുള്ള മിഷണറി എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെന്നും ആളുകളോട് പറയുന്നത് മിഷൻ അത് നമ്മുടെ ഏറ്റവും വലിയ നിയോഗമാണ്. മിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടേതല്ല, ദൈവത്തിൻ്റേതാണ്. ദൈവത്തിൻ്റെ മിഷനിൽ നമ്മൾ ഭാഗവാക്കാകുന്നു. ഞങ്ങൾ ഈ ഒരു പ്രത്യേക ഒരു സെഷൻ ഇങ്ങനെ വിറ്റ്നസ് മിഷണറി എക്സ്പീരിയൻസ് മാത്രം കൊണ്ടുവരാനുള്ള കാരണം, നമ്മളറിയണം നമ്മുടെ സഹോദരങ്ങൾ ദേവദാസന്മാർ ലോകത്തിൻ്റെ പല ഭാഗത്ത് എങ്ങനെയാണ് മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ പരിചയപ്പെട്ടിട്ടില്ല. കഴിഞ്ഞിടയ്ക്ക് നമുക്ക് ഇന്ത്യയിൽ തന്നെ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ പരിചയപ്പെടുവാനിടയായി തീർന്നു. ഒരുപക്ഷെ വാഹന സൗകര്യം ഒന്നുമില്ലാത്ത സ്ഥലത്തൊക്കെ പോയി ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സൗത്ത് സുഡാൻ, അവിടെ തന്നെ മറ്റൊന്നുമല്ല. ഇപ്പോൾ ചിലപ്പോൾ ആളുകൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ സൗത്ത് സുഡാൻ റിലീജിയൻ എന്താണെന്ന് നോക്കിയാൽ ക്രിസ്ത്യാനിറ്റിയാണ് മേജർ റിലീജിയൻ എന്ന് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ക്രിസ്ത്യാനിറ്റി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കല്ല, നമ്മുടെ ഇന്ത്യയിലെ ഒരു ക്രിസ്ത്യാനിറ്റി പോലെ കേരളക്കരയിൽ ഇരുന്നുകൊണ്ട് ആ ക്രിസ്ത്യാനിറ്റി എന്ത് ചിന്തിക്കരുത്. അവിടുത്തെ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ പകുതി പേരിന് ക്രിസ്ത്യാനിറ്റിയും പിന്നെ അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ആ ആഫ്രിക്കൻ കൾച്ചറിൽ പ്രകൃതി ആരാധിക്കുന്ന മന്ത്രവാദം ചെയ്യുന്ന വിച്ച് ഡോക്ടറെ കാണുന്ന ക്രിസ്ത്യാനിറ്റി അത് അല്ലേ? അതെ, ഇവിടെ ഏറ്റവും കൂടുതൽ കൊടികുത്തി വാഴുന്ന ഒരു നാടാണ് സൗത്ത് സുഡാൻ. ആടിനെ കണ്ടിക്കും, പശുവിനെ കണ്ടിക്കും, കോഴിയെ കണ്ടിക്കും. അതല്ലേ ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലാണ്. അതെ അതെ അതെ, അവര് ആ ഒരു രീതിയിൽ ക്രിസ്തു അങ്ങനെ പേരിന് ക്രിസ്ത്യാനികളായി. ഈ രാജ്യം എന്ന് പറയുന്നത് 2011 സൗത്ത് സുഡാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചത് കൊണ്ട് ഈ സൗത്തേൺ പാർട്ട് ഒത്തിരി മിഷൻ പ്രവർത്തനങ്ങളും കാത്തലിക്കിന്റെയും മറ്റു മിഷനുകളും ഒത്തിരി ഉണ്ടായിരുന്നതുകൊണ്ട്. സുഡാൻ നമുക്കറിയാം അറബിന്റെ കീഴിലാണ്. മുസ്ലിം പോപ്പുലേഷൻ ആണ് അവിടെ. അതെ അതെ, മുസ്ലിം പോപ്പുലേഷൻ ആയതുകൊണ്ട് ഒരു അടിച്ചമർത്തപ്പെട്ടത് കൊണ്ടാണ് അവർ 2011 ഒരു ക്രിസ്ത്യൻ രാജ്യം എന്ന് വേണം എന്നുള്ള ആ ഒരു ലേബലിൽ സൗത്ത് സുഡാൻ രൂപം കൊണ്ടത്. പക്ഷെ അതോടൊപ്പം ലോകത്തിലെ ഏറ്റവും പൂറായിട്ടുള്ള രാജ്യമാണ്. ക്രിസ്ത്യൻ എന്ന പേര് മാത്രമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയത് അവിടുത്തെ കാതലിക് മിഷൻസ് പോലും ഈ പറഞ്ഞ പോലെ മരത്തണലിൽ ആണ് അവരുടെ കുർബാന പോലും നടക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ മിഷൻ മാത്രം, പെന്തിക്കോസ്റ്റൽ മിഷൻ മാത്രമല്ല, കാതലിക് മിഷൻ പോലും നടക്കുന്നത് മരത്തണലില്ല. കാത്തലിക്സ് ഒരു മിഷണറി പ്രവർത്തനങ്ങളുടെ ഒരു ഏറിയായി സുഡാനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് അവർ ആ സ്ഥലങ്ങളിൽ ഒത്തിരി മിഷൻ വർക്കുകൾ ചെയ്യുന്നു. അതെ, ഈ തമിഴ് വളരെ പരിമിതമാണ്. കാര്യം അവർ മെയിനായിട്ട് സ്കൂളിന്റെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ഒരു ഫോക്കസ് മാത്രമാണ് അവർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പാസ്റ്ററെ, ഈ പല ഓർഗനൈസേഷൻസ് ഉണ്ട്, അവർക്കൊക്കെ സുഡാനെ സഹായിക്കുവാൻ കഴിയും, നിങ്ങളെപ്പോലുള്ളവരെ സഹായിക്കുവാൻ കഴിയും. സ്പെഷ്യലി ഞാനിപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, ബോർവെൽ കുഴിക്കുക. യഥാർത്ഥത്തിൽ സുഡാനെ പോലെയുള്ള നിങ്ങൾ ഒക്കെ ആ മിനിസ്റ്റർ ചെയ്യുന്ന സ്ഥലങ്ങൾക്കൊക്കെ ബോർവെൽ കുഴിക്കാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെയുള്ള എത്രയോ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. അവരൊക്കെ അങ്ങനെ ഒന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് എത്ര വലിയ അനുഗ്രഹമായിരിക്കും. രണ്ടാമത് സോളാർ ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉണ്ടെങ്കിൽ അത് ആ നാടിന് എത്ര വലിയ അനുഗ്രഹമായിരിക്കും. അങ്ങനെ ഈ ഗോസ്പൽ എന്ന് പറയുമ്പോൾ സാൽവേഷൻ ആർമിയുടെ ഒരു മുദ്രാവാക്യം പണ്ട് ആളുകൾ തമാശ രൂപത്തിൽ പറയുമായിരുന്നു, സോപ്പ് സാൽവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ അത് അവരുടെ പ്രഖ്യാപിത നയമായിരുന്നു. ഈ വില്യം ബൂത്ത് സാൽവേഷൻ ആർമി തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോളിസി ആയിരുന്നു സോപ്പ് സാൽവേഷൻ. സാൽവേഷൻ പറയുന്നതിന് മുമ്പേ ആദ്യം സോപ്പ് വെച്ച് അവരെ കുളിപ്പിക്കുക, പിന്നെ സൂപ്പ് കൊടുത്ത് അവരെ ശക്തീകരിക്കുക, പിന്നാണ് രക്ഷയുടെ സുവിശേഷം പറയേണ്ടത്. അപ്പോൾ സുവിശേഷത്തിന് ഇങ്ങനെ പല തലങ്ങളുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുകയാണ് സൗത്ത് സുഡാനിലെ ആ ഒരു ജനത ഒരു ഗൺ കൾച്ചറുള്ള ഒരു ജനത. ഭക്ഷിക്കാൻ ഭക്ഷണമില്ലെങ്കിലും കൈ തോക്കുണ്ടല്ലേ വാസ്റ്ററെ? അതെന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഭക്ഷണമില്ല, പക്ഷേ
ആളുകളുടെ കയ്യിൽ കാണുന്നുണ്ട്. തോക്കുണ്ട്. ഞാൻ ഈ പലപ്പോഴും ഈ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിൽ നിന്നുമേ ഈ പശുവിനെ മോഷ്ടിക്കാൻ പോയുള്ള ആ, സംഭവങ്ങൾ, ഈ ട്രൈബൽ വാറൊക്കെ എങ്ങനെ നടക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉണ്ട്. കഴിഞ്ഞിടയ്ക്ക് ഞാൻ അങ്ങനെ ഒരു വാർത്ത കണ്ടു. നമ്മുടെ ഈ അസാദിയുടെ ഗ്ലോബൽ ന്യൂസിന് വേണ്ടി ഞാനിങ്ങനെ വാർത്തകൾ ശ്രദ്ധിച്ചപ്പോൾ ആഫ്രിക്കയിൽ പശുവിനെ മോഷ്ടിക്കാൻ പോയി ഉണ്ടായ ഈ പറഞ്ഞ പ്രശ്നത്തിൽ വെടിവെച്ച് കൊന്നെന്നൊക്കെ വാർത്ത കണ്ടപ്പം എനിക്ക് തോന്നി ഇതെന്തോ സംഭവം. ഇപ്പോഴേ എനിക്കതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാകുന്നത്, സുഡാനെ പോലുള്ള രാജ്യങ്ങളിൽ വിവാഹം കഴിക്കണമെങ്കിൽ പശുവിനെ കൊടുക്കണം, അതിന് ചെറുപ്പക്കാർ പശുവിനെ മോഷ്ടിക്കാൻ പോവും. അതെ അതെ, ഇപ്പോഴും അത് സംഭവിക്കുന്നുണ്ട്. ഈ റീസെന്റ് തന്നെ ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ കേട്ടിട്ടുണ്ട്. ഒത്തിരി പേര് പശുക്കളെ മോഷ്ടിച്ച് അന്യോന്യം വെടിവെച്ച് മരിച്ച് ഒത്തിരി യുവാക്കള് ഇങ്ങനെ മരണപ്പെടുന്നുണ്ട്. പാസ്റ്ററെ, വലിയൊരു ദൗത്യമാണ് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. കാരണം സുവിശേഷൻ ദേശങ്ങളെ മാറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും നിങ്ങളുടെ കയ്യിൽ ദൈവം വളരെ ക്രൂഡായിട്ടുള്ള ഒരു ദേശത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ദേശത്തെ മാറ്റിയെടുക്കുവാൻ പൗലോസൊക്കെ ടൈറ്റസിനോട് പറയുന്ന പോലെ, ക്രേത്തയിലേക്ക് ടൈറ്റസിനെ അയക്കുമ്പോൾ, തീത്തോസിനെ അയക്കുമ്പോൾ ആ ദേശക്കാരുടെ പ്രത്യേകതകൾ പറഞ്ഞു. അവർ അലസരാണ്, അതെ പെരുവേളന്മാരാണ്, വ്യാജം പറയുന്നവരാണ്. അതെ അപ്പോൾ അങ്ങനൊരു ദേശത്തെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ടൈറ്റസിനെ ദൈവം അയക്കുന്നത്. അപ്പോൾ ടൈറ്റസിനെ കുറിച്ച് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത് അവൻ അത്യുത്സാഹിയാകിയാൽ. അപ്പം ഞാൻ എപ്പോഴും വചനം എടുക്കുമ്പോൾ ആ ഭാഗം പറയാറുണ്ട്, ഏറ്റവും മടിയന്മാരുടെ ഇടയിലേക്ക് ദൈവം അയച്ചത് വേറൊരു മടിയനെയല്ല, ഏറ്റവും ഉത്സാഹിയാണ്. അപ്പം നമ്മൾ ആ ഒരു ദേശത്തേക്ക് പോകുമ്പോൾ ആ ദേശത്തെ ആളുകളുടെ സ്വഭാവത്തിൻ്റെ ഡെഡ്ലി ഓപ്പോസിറ്റ്, അതിൻ്റെ എക്സ്ട്രീമിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോഴാണ് ആ ദേശക്കാർ മാറുന്നത്. അപ്പം നിങ്ങളെപ്പോലുള്ളവരുടെ ദൗത്യം ഒത്തിരി വലിയതാണ്, അത് പ്രഷ്യസാണ്. ദേശത്തെ മാറ്റുവാൻ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിക്കട്ടെ. സുഡാൻ്റെ ഓരോ ഭാഗങ്ങളിലും അങ്ങനെയുള്ള മിഷൻ സ്റ്റേഷൻസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ പറയാം കേട്ടോ. നമ്മള് പലപ്പോഴും അവരെ ഇത് ശരിയല്ല, ഇത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവർക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ കൾച്ചറിൽ ഒത്തിരി അഭിമാനിക്കുന്നവരാണ്. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ഞങ്ങൾ പ്രൈഡ് ഡിങ്കയാണ്, പ്രൈഡ് ഡിങ്ക. അപ്പം അവരുടെ കൾച്ചറൊക്കെ അത്ര ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതാ. പക്ഷെ അവർ പറയുമ്പോൾ അവരുടെ കൾച്ചറിൽ നിന്ന് വിട്ടുകൊടുക്കാൻ അവർക്ക് ആർക്കും മനസ്സില്ല. നല്ല ഭാഷ പറഞ്ഞ പോലെ നല്ല ഭക്ഷിപ്പാൻ നല്ല ഭക്ഷണമില്ല, പക്ഷെ അവരുടെ കൾച്ചറിൽ നിന്ന് അവർക്ക് പുറത്തു വരുവാൻ അവർക്ക് കഴിവില്ല. മാത്രമല്ല അത് ഞങ്ങളെ പലപ്പോഴും റീസെന്റ് ഞങ്ങളെ കൊല്ലും, 2 മണിക്കൂറിനകം നിങ്ങളെ ഇവിടെ നിങ്ങളുടെ ശവം കാണിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി പേര് ഭയപ്പെടുത്തും. എങ്കിലും കർത്താവ് ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള കൃപയും സഹിഷ്ണുതയൊക്കെ ഒത്തിരി കർത്താവ് നമുക്ക് തന്നതുകൊണ്ട് അതിനെയൊക്കെ അതിജീവിക്കാൻ കർത്താവ് സഹായിക്കുന്നു. പക്ഷേ ഈ 2 മണിക്കൂറിനകം കൊല്ലുന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാ? നമ്മൾ ഇവരെ അഡ്വൈസ് ചെയ്യുന്നോണ്ടാണോ? അതെ അതെ അതെ, ഇവരെ അഡ്വൈസ് അവർ ചെയ്യുന്നത് ചോദിക്കുന്നത് നമ്മൾ കൊടുക്കണമെന്നുള്ളതാണ് അവരുടെ ചിന്ത. എന്താ പാസ്റ്ററെ? അവർ പൈസ ചോദിക്കും, നമ്മൾ കൊടുക്കണം, അവിടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം. അതിലല്ലേ പിന്നെ നിങ്ങൾ എന്തിനാ വന്നേ എന്നുള്ള ചിന്തയാണ് അവരുടെ. വലിയ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അത്. അതെ അതെ, ഉപദേശിക്കുന്നവർക്ക് ഇഷ്ടമല്ല. ആണുങ്ങളോട് പെണ്ണുങ്ങൾ ഉപദേശിക്കുന്നവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകളെ ഇത്രമാത്രം അടിമപ്പെടുത്തി വാടുന്നൊരു നാട് എനിക്ക് തോന്നുന്നു ലോകത്ത് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം ഇവരുടെ കൾച്ചർ അനുസരിച്ച് ഈ ഹൈലാർക്കിയിൽ ആദ്യം പറയുന്നത് ആണുങ്ങള്, മെൻസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് പശുക്കളാണ് അവരുടെ രണ്ടാമത്തെ പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങള്, അത് കഴിഞ്ഞിട്ടാണ് സ്ത്രീകളുടെ സ്ഥാനം ഏറ്റവും ലാസ്റ്റ് ആണ്. അതാണ് അവരുടെ ഹൈലാർക്കി. പാസ്റ്ററെ, ഈ ഡിഗ അല്ലേ? ഡിങ്ക, അതെ. ഡിഗ ആ ഒരു ട്രൈബിന്റെ ഭാഷയിൽ അക്ഷരങ്ങളുണ്ടോ? ബൈബിളുണ്ടോ ആ ഭാഷയിൽ? നമുക്ക് ഡിങ്ക ഭാഷയിൽ നമുക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ പ്രവർത്തന പരിഭാഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി. അതാരാ ചെയ്യുന്നത്? കാത്തലിക്സ് ആണ് ചെയ്യുന്നത്. മറ്റ് ബാപ്റ്റിസ്റ്റ് മിഷണറീസ് ഒക്കെ ചെയ്യുന്നുണ്ട്, വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം. ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നാലും ഒരു പ്രശ്നം, ഈ ഭാഷയിൽ ബൈബിൾ ഉണ്ടെങ്കിൽ അവർക്ക് വായിക്കാൻ അറിയത്തില്ല അല്ലേ? അതെ അതെ അതെ, അത് അവർക്ക് ഒത്തിരി പരിമിതിയുണ്ട്. കാരണം ഈ ലിപികൾ തന്നെ അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഇങ്ങനെയാണ് അവർക്ക് വായിക്കാനോ എഴുതാനും അറിയാത്തത് കൊണ്ട്. മാത്രമല്ല ഈ ഭാഷകളിൽ തന്നെ അവർക്ക് ഒത്തിരി ഈ പ്രൊണൗൺസിയേഷൻ ഡിഫറൻസ് ഉണ്ട്.
ഇപ്പൊ ഡിങ്കയിൽ തന്നെ ഡിങ്ക ബോർ, ഡിങ്ക പടാങ്, അങ്ങനെ കുറെ വ്യത്യസ്തമായ ഭാഷകളുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി പരിമിതികളുണ്ട് നമ്മളെ റീച്ച് ചെയ്യാൻ. അപ്പം പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ സ്കൂളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് ഏത് ലിപികളാണ്, ഏത് ഭാഷയാണ്? സൗത്ത് സുഡാന്റെ നാഷണൽ ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്, അവരുടെ ദേശീയ ഭാഷ. കാരണം ഇത്രയും ഭാഷകൾ ഒത്തിരി ക്രോഡീകരിച്ച് കൊണ്ടുവരുന്നത് കൊണ്ട് അവർ ഇംഗ്ലീഷിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് നാളെ കൂടുതലും നമ്മൾ പഠിക്കുന്നത്. പിന്നെ മദർ ടങ്ങിലാണ് അവർ കുഞ്ഞുങ്ങളെ, ലോക്കലിലെ ടീച്ചർ ആയതുകൊണ്ട് അവര് രണ്ട് ഭാഷ ഉപയോഗിച്ചാണ് അവരെ പഠിപ്പിക്കുന്നത്. കർത്താവ് സഹായിച്ച് എനിക്ക് ഏതാണ്ട് ഒരു 50% അവരുടെ ഭാഷ പഠിപ്പാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങൾ കൂടുതലും കുഞ്ഞുങ്ങളോട് ഇടപഴകി നിൽക്കുന്നത് കൊണ്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആളുകളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ കർത്താവ് വഴിയൊരുക്കിയിട്ടുണ്ട്. നമുക്ക് ലോക്കൽ സപ്പോർട്ട് എങ്ങനെയുണ്ട്? ലോക്കലായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടോ? ലോക്കലായിട്ട് നമ്മുടെ കൂടെ തന്നെ സീനിയർ പാസ്റ്റർ അദ്ദേഹം ഉണ്ട്, നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ ലൈറ്റ് ഹൗസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഉണ്ട്. അദ്ദേഹത്തിന്റെ പാസ്റ്ററും നമ്മളോട് സപ്പോർട്ടാണ്. മാത്രമല്ല നമ്മുടെ ഈ സ്കൂളിന്റെ ഇങ്ങനെ മിഷൻ വർക്കുകൾ ആയതുകൊണ്ട് അവർക്ക് സപ്പോർട്ടീവ് ആണ്. അല്ലെങ്കിൽ അവരെ ഉൾക്കൊള്ളാൻ അവരുടെ ഗ്രാമത്തിലോട്ടോ അവരുടെ പ്രവർത്തനങ്ങളിലോട്ടോ അവരെ കയറ്റുകയല്ല അങ്ങോട്ട്. അവർ ക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിയണം, സുവിശേഷം അവരുടെ ജീവിതത്തെ മാറ്റണം. സുവിശേഷം ജീവിതത്തെ മാറ്റുമ്പോഴാണ് ഈ കൾച്ചറും പാരമ്പര്യങ്ങളും ഇങ്ങനെയുള്ള ക്രൂര സ്വഭാവങ്ങളൊക്കെ അലിഞ്ഞു മാറുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള ഒരു ഇവാഞ്ചലൈസേഷൻ, ഒരു സത്യസുവിശേഷം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയൊക്കെ ആ സൗത്ത് സുഡാനിൽ ഉണ്ടാകണം. കേവലം ഒരു എന്താ പെരിഫറലായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് കാര്യമില്ല, അതെല്ലാവരും പറയും. പക്ഷേ ജീവിതങ്ങളെ മാറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ, അവരുടെ കൾച്ചറിലൊക്കെയുള്ള ആ ക്രൂരത മാറുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ അവിടെ ദൈവത്തിന് കൃപയാൽ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പാസ്റ്ററുകളും ഫാമിലി ആയിട്ട് ഒരു സൗത്ത് സുഡാനിൽ ഒരു 1 weeks ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രത്യേകം പാസ്റ്റർമാർക്ക് ഇങ്ങനെ സെമിനാറൊക്കെ വെച്ചു. അവര് ആദ്യമായി അന്യഭാഷയിലൊക്കെ നിറയുവാനിടയായിരുന്നു. അതൊരു വലിയ സാക്ഷ്യമായി തീരുവാനിടയായിരുന്നു. കാരണം ഒരാൾക്ക് സുബബോധം വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണമല്ലോ. അപ്പം അനേക പാസ്റ്റർമാര് അന്യഭാഷയിൽ നിറയുവാനിടയായിരുന്നു. അതൊരു വലിയ സാക്ഷ്യമാകുവാനിടയായിരുന്നു. വാഹന സൗകര്യങ്ങൾ എങ്ങനെയാ? ട്രാവൽ എങ്ങനെയാണ്? പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടോ? നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ കുറവാണ്. നമുക്കറിയാം ഇവിടെ ലാൻഡ് ക്രൂസർ മാത്രമേ അങ്ങനത്തെ വലിയ, നാട്ടിലൊക്കെ ഭയങ്കര ഹൈജീൻ വലിയ വണ്ടിയാണ്. പക്ഷെ ഇവിടുത്തെ വണ്ടി ഈ റോഡിൽ ആ വണ്ടിയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ജൂബയ്ക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് ദിവസവും വണ്ടിയുണ്ട്. ഒരു 8-9 മണിക്കൂർ നമുക്ക് നമ്മുടെ സ്ഥലത്ത് നിന്ന് എത്തിച്ചേരാൻ പറ്റും. ജൂബയിൽ ഭയങ്കര റിസ്ക് ആണ്. രാത്രി അറ്റാക്ക് ചെയ്യും ആളുകൾ, നമ്മളെ പിടിക്കും. അവിടുത്തെ ലോ ആൻഡ് ഓർഡർ, പോലീസും പട്ടാളവും ഒക്കെ ഇതിനെതിരായിട്ടൊന്നും ചെയ്യത്തില്ലയോ? അല്ല, അവരാണ് കൂടുതൽ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. കാര്യം ഇവർക്ക് സാലറി, ശമ്പളം ഒന്നും കൊടുക്കാത്തത് കൊണ്ട് ഇവരുടെ കണ്ണുള്ളതുകൊണ്ട് ഇവർ കണ്ണ് ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് കണ്ണുകളൊക്കെ ആളുകളുടെ കയ്യിൽ എത്തുന്നത് പെട്ടെന്ന്. ഇവർ പശുവിനെ കൊടുക്കുന്നു, അവർ കണ്ണുകളെ മേടിക്കുന്നു. അപ്പൊ അവരാണ് അവരുടെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത്. ഗവൺമെന്റ് ഭയങ്കര കറപ്റ്റഡ് ആണ് സൗത്ത് സുഡാനിൽ. അപ്പൊ അവർക്ക് സിവിലിയൻസിന് അവർക്ക് സമയത്തിനുള്ള സാലറി കൊടുക്കുന്നില്ല, അവർക്കുള്ള ആനുകൂല്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. കാരണം അവര് തന്നെ അവർ മോഷ്ടിക്കേണ്ടതായ ഒരു സാഹചര്യം വരും. ഞാൻ മനസ്സിലാക്കിയത് ഈ അമേരിക്ക, കാനഡ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ അവരുടെ സിറ്റിസൺസിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കും, ട്രാവൽ ചെയ്യാൻ പറ്റാത്ത രാജ്യങ്ങൾ. അതെ. അപ്പോൾ എനിക്കൊന്ന് അമേരിക്കയൊക്കെ ലോകത്തിലെ ഏറ്റവും ട്രാവൽ ചെയ്യാൻ പറ്റാത്ത 20 രാജ്യങ്ങളിൽ ഒന്നായിട്ടാണ് സൗത്ത് സുഡാനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ പൗരന്മാരോട് ട്രാവൽ ചെയ്യരുത് എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുള്ള ലെവൽ 4 കാറ്റഗറിയിലുള്ള ഒരു രാജ്യമാണ് സൗത്ത് സുഡാൻ. ലോകത്തിലെ ഏറ്റവും ടോപ്പ് 20 രാജ്യങ്ങളിൽ. ജൂബയിലാണെങ്കിൽ പോലും 6 മണിക്ക് ശേഷം ഒരു ഫോറിനറും പുറത്തിറങ്ങണമെന്നാണ് നിയമം. അവരുടെ ആളുകൾ പോലും സെക്യൂരിറ്റി ഇഷ്യൂസ് ഇല്ലല്ല, അവരുടെ ആളുകൾ പോലും ഒത്തിരി സംഭവങ്ങളുണ്ട്. അറ്റാക്ക് ചെയ്യുക. ദൈവം നിങ്ങളെല്ലാം സംരക്ഷിക്കട്ടെ. ആ ദേശം മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി ആ ദേശത്ത് വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ഒത്തിരി മാനിക്കും. കാരണം നമുക്കെന്തും പറയാം പാസ്റ്റർ, ഈ ആളുകൾ വിമർശിക്കുന്നവർ പലതും പറയും. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് ആഫ്രിക്കയിൽ
അങ്ങനൊരു സ്ഥലത്ത് പുറം ലോകവുമായിട്ട് ഉള്ള ബന്ധമൊക്കെ മാറി അവിടെ പോയി ജീവിക്കുക എന്ന് പറഞ്ഞാൽ 10 പ്രാവശ്യം മലേറിയ വന്നെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഭയം വരുന്നു. കാരണം ഒരു പ്രാവശ്യം മലേറിയ വന്നാലുള്ള അവസ്ഥ നമുക്കറിയാം. അപ്പോഴാണ് 10 പ്രാവശ്യം മലേറിയയുടെ അറ്റാക്ക് ഉണ്ടായി നമുക്ക് കേൾക്കുന്നത്. എൻ്റെ ഒരു ചോദ്യം, നമ്മുടെ നാട്ടിലെ മരങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ? ഈ പ്ലാവും മാവും ഒക്കെ. ഞാൻ ചോദിക്കുന്ന മറ്റൊരു ഇൻഫർമേഷന് വേണ്ടിയാണ് കേട്ടോ. അതൊക്കെ അവിടെ വളരുമോ? തീർച്ചയായും. കൃപയാൽ ഞാൻ നാട്ടിൽ നിന്ന് ഇത് പ്ലാവിന്റെ തൈ കൊണ്ടുവന്നു, കുരു കൊണ്ടുവന്നു നട്ടു. ഏത്തക്ക കൊണ്ടുവന്നു. ഞാൻ 2 കൊല വെട്ടി. എന്തിനാ ഞാനിത് ചോദിച്ചെന്നറിയാമോ? എൻ്റെ ചിന്ത ആ രാജ്യത്തിന് വേണ്ടി ഇങ്ങനെ അങ്ങ് പോവുകയായിരുന്നു. കാരണം ആ രാജ്യത്തെ ഭക്ഷ്യദൗർലഭ്യം, ഒരു നേരമേ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുള്ളെന്ന് കിട്ടുന്ന വാർത്തകൾ. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ സത്യത്തിൽ ഇന്ന് ആർക്കും ചക്ക വേണ്ട. പക്ഷെ അത് ഭയങ്കര ഒരു എന്താ പറയുക, ഫുഡിൻ്റെ ഒരു റിസോഴ്സാണ് പ്ലാവെന്നൊക്കെ പറയുന്നത്. ഈ പഴയ കാലത്തെ ആളുകൾ നിലനിന്നത് ഈ ചക്കയൊക്കെ ഉണ്ടായിരുന്നുണ്ടാ, കപ്പ, നമ്മുടെ നാട്ടിലെ കപ്പ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ വളരുമെങ്കിൽ അവിടുത്തെ ആളുകളെ അത് പഠിപ്പിച്ചെടുക്കുകയാണെങ്കിൽ. നമ്മുടെ പപ്പായയുടെ വിത്തൊക്കെ മുളപ്പിച്ച് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടും. അവരുടെ വീട്ടിലോട്ട് ഇതുകൊണ്ട് വളർത്തി നിങ്ങൾ ഇവിടെ കാണിച്ചു കൊടുക്കും. നമ്മുടെ കോമ്പൗണ്ടിൽ ഇപ്പോൾ നമുക്കൊരു 8 ഏക്കറോളം സ്ഥലം നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെല്ലാം ഓറഞ്ച് ഉണ്ട്, പേരയുണ്ട്, ചക്കയുണ്ട്, മാങ്ങയുണ്ട്, എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊരു 8 ഏക്കറല്ല, സൗത്ത് സുഡാൻ മുഴുവൻ അങ്ങനെ നല്ലൊരു ഏദൻ തോട്ടമാകട്ടെ, അതൊരു ചരിത്രമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇനി ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ ഒരു സ്വഭാവത്തിന് ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇനിയും പ്രേക്ഷകരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, പാസ്റ്ററേയും ബുദ്ധിമുട്ടിക്കുന്നില്ല. പാസ്റ്റർക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മിഷണറി ചലഞ്ച് ഉണ്ടാകട്ടെ. അനേക ചെറുപ്പക്കാർ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മൾ മിഷണറിമാർ ഒത്തിരി ഉണ്ടാകണം. അക്കാഡമിക്സ് ലെവലിൽ മുൻപോട്ട് പോകുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് മതി പഠിപ്പിക്കാനും ട്രെയിൻ ചെയ്യാനും ഒക്കെ. എസ് ജോഷുവ സാറുമായിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹം നേപ്പാളിലെ ആദ്യ മിഷണറിമാരിൽ ഒരാളാണ്. നേപ്പാളിൻ്റെ അപ്പസ്തോലൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. എസ് ജോഷുവ സാറ് അന്ന് നമ്മുടെ പ്രോഗ്രാമിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അത് സ്വല്പം എക്സ്ട്രീമാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം ബൈബിൾ കോളേജുകളല്ല, ഒരാളിനെ 3 മാസത്തിലധികമായിട്ട് ബൈബിൾ കോളേജിൽ വിടരുതെന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. 3 മാസം മിഷണറി ട്രെയിനിങ് കൊടുത്തിട്ട് മിഷൻ ഫീൽഡിലേക്ക് വിടണം. കാരണം നമുക്ക് വേസ്റ്റ് ചെയ്യാൻ സമയമില്ല. നമുക്ക് 8-10 വർഷം തിയോളജി പഠിച്ച് വേസ്റ്റ് ചെയ്യാൻ നമുക്ക് സമയമില്ല. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് 3 മാസം ട്രെയിൻ ചെയ്യുക, മിഷണറി ഫീൽഡിലേക്ക് അയക്കുക. നമ്മുടെയൊക്കെ ചർച്ചുകളിൽ ഞാൻ ഷാരോൻകാരനാണ്. ഷാരോൻ്റെ മാത്രമല്ല, അസംബ്ലീസ് കോഡിൻ്റെ ആണെങ്കിലും IPCD ആണെങ്കിലും സൺഡേ സ്കൂൾ പാഠപുസ്തകം ഒരു 10 ക്ലാസ് 12 ക്ലാസ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലാണ് പാസ്റ്റർ സിലബസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരിയല്ലേ? കറക്റ്റ് വേദപുസ്തകത്തിനെ കുറിച്ചുള്ള ഫൗണ്ടേഷൻ മുഴുവൻ അവിടെ കിട്ടും. എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം 1 വർഷം ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അത് ഒരു വ്യക്തിയെ വേദപുസ്തകത്തെക്കുറിച്ച് നല്ല അണ്ടർസ്റ്റാൻഡിങ്ങോടെ ഒരു മിനിസ്ട്രി ലെവലിൽ കൊണ്ടുവരാൻ പ്രാപ്തമായ സിലബസാണ് IPCയുടെയും അസംബ്ലീസ് കോഡിൻ്റെയും ഈ പറഞ്ഞ ചർച്ച ബോർഡിൻ്റെയും ഷാരോൻ്റെയും ഒക്കെ. പിന്നെ ഹയർ സ്റ്റഡിക്ക് പോകുന്നവർ പോകട്ടെ, അവർക്ക് പഠിച്ച് മറ്റുള്ളവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി പോകട്ടെ. പക്ഷേ അത്രയും നന്നായിട്ട് സൺഡേ സ്കൂൾ പഠിച്ചിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ ഒരു 3 മാസം മിഷണറി ട്രെയിനിങ് കൊടുത്ത് അവരെ അതിനുവേണ്ടി പറഞ്ഞു വിടണം. അവരെ അതിനുവേണ്ടി പറഞ്ഞു വിടണം. അതാ ചെയ്യേണ്ടത്. നമുക്ക് വേസ്റ്റ് ആക്കാൻ സമയമില്ല. ഇത് അല്പം എക്സ്ട്രീമായിട്ട് ചിലർക്കൊക്കെ തോന്നാം, പക്ഷേ അത് മിഷൻ ബേർഡൻ ഉള്ളവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ. ദൈവം അങ്ങനെ സഹായിക്കട്ടെ. പാസ്റ്റർക്ക് തന്നെ ഞങ്ങളുടെ അനുഭവം, എൻ്റെ സാക്ഷ്യം അതാണ്. പല ചോദ്യചിഹ്നങ്ങൾ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു, എങ്ങനെയായി തീരും. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ നാട്ടിൽ കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു, ഞാൻ മെലിഞ്ഞുണങ്ങി, ഒത്തിരി എൻ്റെ ആരോഗ്യം ക്ഷയിക്കുവാനിടയായി. അപ്പം തിരിച്ചു വന്ന് ഈ പ്രാവശ്യവും കർത്താവേ, ഞാൻ നാട്ടിൽ കടന്നു പോകുമ്പോൾ അങ്ങനത്തെ ഉള്ള ഇതൊന്നും കേൾക്കുവാനിടയായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി. അത്ഭുതം എന്ന് പറയട്ടെ, എന്നെ കണ്ടവരെല്ലാം ഒത്തിരി അത്ഭുതപ്പെടുവാനിരുന്നു. കാരണം ഞാൻ നല്ല ആരോഗ്യം വെച്ചു. കർത്താവ്
എല്ലാവരുടെയും ചോദ്യങ്ങളെ ആ, വായൊക്കെ അടപ്പിച്ചു. കാര്യം ഇങ്ങോട്ടെന്നും ചോദ്യം ചോദിക്കാൻ തക്കവണ്ണം കർത്താവ് അനുവദിച്ചില്ല. നല്ല ആരോഗ്യം കർത്താവ് നൽകി. 10 പ്രാവശ്യം മലേറിയ വന്നതായും എന്റെ ശരീരത്തിൽ യാതൊരു വിധമായ കുഴപ്പങ്ങളോ മറ്റും ഒന്നുമില്ല. കർത്താവ് അത്ഭുതകരമായി നടത്തുന്നു. തോക്കുധാരികളാണ് ഞങ്ങളുടെ ചുറ്റിലും, പക്ഷേ ദൈവം, നമുക്കറിയാലോ, കർത്താവ് അറിയാതെ നമുക്കൊന്നും സംഭവിക്കില്ല. പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. തീർച്ചയായും നമ്മളിൽ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും മിഷൻ കോൾ ഉണ്ടെങ്കിൽ സംശയിക്കാതെ ധൈര്യമായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാം. കർത്താവ് നമ്മളെ അത്ഭുതകരമായി വഴി നടത്തും. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഈ മിഷൻ ഫീൽഡാണ് നമ്മളെ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാനിടയായിത്തീരുന്ന അനുഭവങ്ങൾ. ഞങ്ങളുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളൊക്കെ അതാണ്. കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. അവന്റെ പ്രവൃത്തി നമ്മളെ കൊണ്ട് ചെയ്തെടുക്കുക തന്നെ ചെയ്യും. നമ്മൾ ഇന്ന് വരെ കേൾക്കുന്ന മിഷണറി ഹീറോസിൻ്റെ സ്റ്റോറികൾ മുഴുവൻ ഈ പറഞ്ഞ അമേരിക്കക്കാരുടെ അല്ലെങ്കിൽ വെള്ളക്കാരുടെ സ്റ്റോറികളായിരുന്നു. എക്സ്ട്രീമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോയ ജിം എലിയറ്റ്, അഡോണിറാം ജഡ്സൺ, ഈ കഥകളൊക്കെ വെള്ളക്കാരുടെ കഥകളായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള നമ്മുടെ ചെറുപ്പക്കാർ ആഫ്രിക്കയിൽ പോയി ഈ പറഞ്ഞ മലമ്പനിയോടും ഒക്കെ മല്ലിട്ട്. എനിക്കൊന്ന് പാസ്റ്റർ ഒരു കാര്യം കൊണ്ട്, ഈ ഒരു സുഡാൻ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പിന്നെ മൃഗങ്ങളല്ലേ, വന്യമൃഗങ്ങളൊക്കെ ഒത്തിരി ഉള്ള സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. കാടുകളും അല്ലേ? അതെ, വന്യമൃഗങ്ങൾ ഒത്തിരി അറ്റാക്ക് ചെയ്യുന്നു. ഈ ചൂട് സമയത്ത് കൂടുതലും ഈ കാട് വിട്ട് ഈ വന്യമൃഗങ്ങൾ ഇറങ്ങും. റീസെന്റ് കഴിഞ്ഞ വർഷം നമ്മളിങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, ചൂട് കൂടുതലായതുകൊണ്ട് രാത്രി ആളുകൾ പുറത്താണ് കിടന്നുറങ്ങുന്നത്. രാത്രി വന്ന് ഹൈന അറ്റാക്ക് ചെയ്ത ആൾക്കാരെ കൊന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ഒരു 30 കിലോമീറ്റർ അടുത്ത്. ഈവൻ നമ്മുടെ ഞാൻ പലപ്പോഴും ഞെട്ടി എണീറ്റിട്ടുണ്ട് ഹൈനയുടെയൊക്കെ ശബ്ദം കേട്ട്. സിംഹം പലപ്പോഴും വരാറുണ്ട്. അപ്പം അതിനോട് മല്ലടിച്ചുള്ള സിംഹത്തെയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ ശബ്ദം കേട്ടിട്ടുണ്ട്. അർദ്ധരാത്രിയിലാണ് കൂടുതലും വരുന്നത്. കാട് ഇവിടെ കാടിന്റെ ഒരു പ്രതീതിയാണ്. കാടും മനുഷ്യനും ഇഴകി ജീവിക്കുന്ന ഒരു പ്രതീതിയാണ്. കാടും നാടും വ്യത്യാസമൊന്നുമില്ല. ഇല്ല. ഈ മെയിനായിട്ട് നമ്മുടെ ഈ കന്നുകാലികളെയും ആടുകളെയും ഒക്കെ കൊന്നു തിന്നാൻ വേണ്ടി വരുമ്പോഴാണ് കൂടുതലും മനുഷ്യനെ അത് അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ എന്ത് ചെയ്യും, ഈ തുക്കിലിന്റെ അകത്ത് തന്നെ തട്ടടിച്ചിട്ട് അതിന്റെ മുകളിൽ മനുഷ്യൻ കിടക്കും, താഴെ ആടും മാടിനെയൊക്കെ ഒരുമിച്ച് അവരെ കെട്ടുക. അങ്ങനെ ഒരു ജീവിതമാണ് തുക്കിലിന്റെ പ്രത്യേകത. കാരണം അതിനെ സേഫ് ആക്കണം. ഉപജീവനം അതാണല്ലോ. അതുകൊണ്ട് അതിനെ സേഫ് ആക്കാൻ വേണ്ടി അവര് അതിന്റെ കൂടെ തന്നെ കിടക്കും. ദൈവത്തിന്റെ സ്തോത്രം. പ്രാർത്ഥിക്കാം പാസ്റ്റർ, നമ്മുടെ പ്രഷർക്ക് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കാം. ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. മഹാപരിശുദ്ധനും നീതിമാനും നിശ്ചിതമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഈ ശാന്തവും മനോഹരവുമായി സന്ധ്യയിൽ ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ അടുത്ത് വരുവാൻ ഞങ്ങളുടെ ജീവിതത്തിലെ ആയുസ്സും ആരോഗ്യവും അവസരങ്ങൾ കർത്താവ് ദാനമായി നൽകിയല്ലോ. വിശേഷാൽ കർത്താവെ അസാധ്യതയിൽ കർത്താവിന്റെ കഴിഞ്ഞ നാടുകളിൽ നടത്തിയ ജീവിതാനുഭവങ്ങളെ സാക്ഷ്യം പറയുവാൻ കർത്താവ് ഇടയാക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കർത്താവെ ഇത് കേൾക്കുന്ന ദൈവമക്കളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകർക്ക് വിളിയുണ്ട്. പലപ്പോഴും പല ചോദ്യചിഹ്നങ്ങളുടെ മുമ്പിൽ അവർ നിൽക്കുവാൻ ഇടയായി തീർന്നുവെങ്കിലും പരിശുദ്ധാത്മാവ് രാത്രികാലം അവരുടെ ഹൃദയങ്ങളോട് സംസാരിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വഴികളെ, വാതിലുകളെ, മുഖാന്തരങ്ങളെ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ആരാഞ്ഞനാഥ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിഷനിലേക്കും കർത്താവ് മിഷൻ ഫീൽഡിലേക്കും അനേകരെ ഇറങ്ങിത്തിരിപ്പാൻ, ഹല്ലേലൂയ, കർത്താവിന്റെ ദൗത്യം ചെയ്തു കൊടുപ്പാൻ ഈ ആയുസിൽ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നും സുവിശേഷം എത്തപ്പെടാത്ത, സുവിശേഷം കേൾക്കപ്പെടാത്ത അനേക ഗ്രാമങ്ങൾ, അനേകം ദേശങ്ങൾ ഞങ്ങൾ ചുറ്റുമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വരും നാടുകളിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിതരായി, കർത്താവെ ഭയം കൂടാതെ, സംശയം കൂടാതെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിപ്പാൻ അവരെ അവിടുന്ന് സഹായിക്കുമാറാക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനെന്ന് പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, കർത്താവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിപ്പാനും ഞങ്ങൾക്ക് വരം നൽകിയിരിക്കുക. കർത്താവ് അത് വിശ്വസ്തയോടെ ചെയ്തെടുപ്പാൻ, ഹല്ലേലൂയ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലം കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ പാസ്റ്ററെ ഓർക്കുന്നു. കർത്താവെ, ഈ അനുഭവങ്ങൾ സാക്ഷ്യങ്ങളിലൂടെ അനേകരെ കർത്താവെ അനേകർക്കുള്ള എത്തിക്കുവാൻ
തന്റെ ദാസനെ കർത്താവ് ഉപയോഗിക്കുന്നല്ലോ. ഈ അനുഭവ സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ അത് ഉത്തേജനത്തിനും കർത്താവ് ഒരു ഹാളുടെ അനുഗ്രഹത്തിനും നന്മയ്ക്ക് വിടുതലിന് കാരണമാക്കണം. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മയാൽ നിറയ്ക്കണം. വീണ്ടും കാണുമ്പോൾ ക്രൂശിന്റെ മറവിൽ ഞങ്ങളെ നിറയ്ക്കണം. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നന്ദിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസക്കാവിൽ നാം എല്ലാവരും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ കർത്താവിന്റെ ദാസൻ ക്രിസ്തുരാജ് തൻ്റെ ശുശ്രൂഷകൾ സൗത്ത് സുഡാനിലെ ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും. അടക്കട്ടെ. ആമേൻ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഒത്തിരി നന്ദി ഇത്രയും സമയങ്ങൾ ഞങ്ങളോടൊപ്പം. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. ഇങ്ങനെ ഒരു മാധ്യമത്തിലൂടെ അനുഭവ സാക്ഷ്യങ്ങളും സൗത്ത് സുഡാനൊക്കെ പറയുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കിയല്ലോ. കർത്താവിന്റെ ദാസനെയും ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ധാരാളമായിട്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. God bless you all. Have a wonderful day. Thank you for watching. God bless you.